അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തു തന്നെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ വിവിധ സാഹചര്യങ്ങളിൽ ദൈവം നടത്തിയതായ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആരോരും അറിയാതെ കർത്തൃ ശുശ്രൂഷയിലും വിവിധ സാഹചര്യങ്ങളും ഒക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അവരുടെ സാക്ഷ്യവും ദൈവം അവരെ നടത്തിയ വഴികളെക്കുറിച്ചും ഒക്കെ പങ്കുവെക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അരോമ ടി വി ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ജെമിനി ചെറിയാനാണ്. തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അത്ഭുത വിടുതലിന്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം. ഈ സാക്ഷ്യം ആദ്യാവസാനം പ്രേക്ഷകർ കേൾക്കണം. നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായിരിക്കും. പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസി സിസ്റ്റർ ജെമിനി ചെറിയാനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പോൽക്കാലം എന്റെ സാക്ഷി പറയാൻ വേണ്ടി ക്ഷണിച്ച അരോമ ടിവിയുടെ പ്രവർത്തകൻ ഡാനിയൽ പാസ്റ്ററോടും കുടുംബത്തോടും അരോമ ടിവിയോടും എന്റെ പ്രേക്ഷകരോടുമുള്ള പ്രത്യേക നന്ദിയും വന്ദനവും അറിയിക്കുന്നു. എന്റെ പേര് ജെമിനി ചെറിയാൻ എന്നാണ്. എന്റെ ഭർത്താവ് പാസ്റ്റർ ടി വി ചെറിയാൻ. ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിൽ പഴവങ്ങാടി എന്ന സ്ഥലത്തു നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം ഇടുക്കി ജില്ലയിൽ കൊച്ചറ എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. എന്റെ 12ാമത്തെ വയസ്സ് വരെയും ക്രിസ്ത്യൻ യാക്കോബായ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എന്റെ മാതാവ് വളരെ ഭക്തിയായ, സമുദായ പ്രകാരം വളരെ ഭക്തിയായ ഒരു മാതാവായിരുന്നു. എന്റെ പിതാവിന് സമുദായ പ്രകാരം വലിയ ഭക്തിയൊന്നും ഇല്ലായിരുന്നു. എങ്കിലും എന്റെ മാതാവ് വളരെ ഭക്തിയോടും ചിട്ടയോടും കൂടി ഞങ്ങൾ മക്കൾ 4 പേരായിരുന്നു. 4 പേരെയും വളർത്തുവാൻ ഇടയായി തീർന്നു. സന്ധ്യാ പ്രാർത്ഥനയുണ്ട്. വെളുപ്പിനെ പിന്നെ ഞങ്ങൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് അത്ര വെളുപ്പിനെ എഴുന്നേറ്റില്ല. എന്നാൽ എന്റെ മാതാവ് വളരെ വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമൊക്കെ ഉണ്ടായിരുന്നു. മാതാവ് യാക്കോബ സഭയിലെ സ്ത്രീ സമാജത്തിന്റെ സെക്രട്ടറി ഒക്കെ ആയിരുന്നു. 8 നോയമ്പ്, 25 നോയമ്പ്, 50 നോയമ്പ് എന്നീ നോയമ്പുകളൊക്കെ വളരെ ഭക്തിയോടെ നോക്കുകയും ഞങ്ങളെ അതിൻ പ്രകാരം അഭ്യസിപ്പിക്കുകയും എല്ലാ ഞായറാഴ്ചയും സൺഡേ സ്കൂളിൽ പോവുകയും കുർബാനയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഇതിലൊന്നും ഒരു പ്രത്യേക ഒരു ആത്മസംതൃപ്തി ഒന്നും ആ നാളുകളില് എനിക്ക് ചെറുതല്ലേ, അങ്ങനെ ഞാൻ ആ ഭക്തിയിലൊക്കെ ജീവിച്ചു. എന്നാൽ എന്റെ മാതാവിന് പിന്നെയും ഒരു ദാഹം പോലെ, പിന്നെയും ദൈവത്തെ അധികമായിട്ട് അറിയണം എന്നുള്ളൊരു വ്യഗ്രത. അപ്പൊ അച്ഛന്മാരോടൊക്കെ വളരെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പം എന്റെ മാതാവിന്റെ പേര് ലീലാമ്മ എന്നാണ്. എന്റെ പിതാവിന്റെ പേര് ചാക്കോസ് കറിയ. അങ്ങനെയാണ്. ഞങ്ങൾ 4 സഹോദരങ്ങളായിരുന്നു. ഞാൻ മൂത്തത്. എന്റെ നേരെ ഇളയത് സഹോദരൻ, എന്റെ അതിന്റെ ഉള്ളത് 2 അനിയത്തിമാര്. 4 മക്കളായിരുന്നു ഞങ്ങൾ ജനിച്ചു വളർന്നത്. അപ്പം എന്റെ അമ്മച്ചിയുടെ ജ്യേഷ്ഠതയൊക്കെ ആ നാളിൽ രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. രക്ഷിക്കപ്പെട്ട സ്നാനത്തിന്റെ അവസരത്തില് എന്റെ മാതാവിനെ അത് കാണുവാനായിട്ട് ക്ഷണിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ പിതാവിനോട് അനുവാദം ചോദിച്ചിട്ട് ആദ്യമൊന്നും കൊടുത്തില്ല, അനുവാദമൊന്നും കൊടുത്തില്ല. എന്നാല് പിന്നെയും നിർബന്ധിച്ച് ഇങ്ങനെ ചോദിച്ചതിന്റെ ഫലമായിട്ട് എന്നാൽ പോയിട്ട് വരാൻ പറഞ്ഞ് വിടുവാൻ ഇടയായി തീർന്നു. അപ്പൊ സ്നാനം നടന്നുകൊണ്ടിരിക്കെ എന്റെ അമ്മച്ചി ഓടി അവിടെ ചെല്ലുവാൻ ഇടയായി തീർന്നു. അപ്പൊ അവിടെ വലിയൊരു പുരുഷാരമുണ്ട്. മാതാവിന്റെ ജ്യേഷ്ഠതയും കുടുംബമൊക്കെ സ്നാനപ്പെടുന്ന അവിടെ IPCയുടെ ഒരു സഭയായിരുന്നു. അവിടെ വലിയൊരു പുരുഷാരമുണ്ട്. അപ്പൊ ഈ അമ്മച്ചി കുറെ നേരം അവിടെ നിന്ന് ഈ വചനമൊക്കെ ശ്രദ്ധിച്ച് ഇവര് സ്നാനപ്പെടുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്ക് അമ്മച്ചിയുടെ ഹൃദയത്തിൽ വളരെ സന്തോഷമുണ്ടായി, എന്നാൽ സങ്കടം ഉണ്ടായി. ദൈവമേ, വചനം ഇങ്ങനെയൊക്കെയാണോ കിടക്കുന്നത്? പക്ഷെ അച്ഛന്മാരൊന്നും ഇരുന്നും പഠിപ്പിക്കുന്നില്ലല്ലോ എന്നൊക്കെ അമ്മച്ചിയുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ചിന്ത ഉളവാകുവാൻ ഇടയായി തീർന്നു. അപ്പൊ ഒരു ഇടത്തരം കർഷക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. ഞങ്ങൾക്ക് കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നെല്ലും വിതയും കൊയ്ത്തും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ആ ഇടയ്ക്ക് ഞങ്ങൾ മക്കള് 3 പെൺകുഞ്ഞുങ്ങളും വളരെ രോഗബാധിതരായി തീർന്നു. ആങ്ങൾക്ക് വലിയ കുഴപ്പമില്ല. പെൺകുഞ്ഞുങ്ങൾ 3 പേരും വളരെ രോഗബാധിതരായി തീർന്നു. എന്റെ മാതാവിനും സ്ത്രീ സഹജമായ രോഗങ്ങളൊക്കെ പിടിപെട്ടു.
അപ്പൊ പലവിധമായ ഹോസ്പിറ്റലുകളൊക്കെ ഇങ്ങനെ പോയി. മാതാവ് ഹോസ്പിറ്റലിൽ പോയി, എന്നെ പല ഹോസ്പിറ്റലുകളിൽ കൊണ്ട് കാണിച്ചു. എന്റെ ഏറ്റവും ഇളയ അനുജത്തിക്കാണെങ്കിൽ ചെവിക്കകത്ത് ഭയങ്കര വേദന, പിന്നെ ചെവി പഴുത്ത് പൊട്ടുവാനൊക്കെ ഇടയായി തീർന്നു. അപ്പൊ പല പല ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. പൈസ ചെലവായതല്ലാതെ യാതൊരു സൗഖ്യവും കാണുവാൻ ഇടയായി തീർന്നില്ല. അപ്പം എന്നെ കട്ടപ്പന ഹോസ്പിറ്റലും പുറ്റടി ഹോസ്പിറ്റലും ഒക്കെ കൊണ്ട് കാണിച്ചു. പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാണിച്ചു. അപ്പൊ മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഈ കൊച്ചിന് അസുഖമൊന്നും ഞങ്ങൾ കാണുന്നില്ല, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ഈ ട്രീറ്റ്മെന്റിന് വേണ്ടി കുറെ പൈസയൊക്കെ ആയിട്ടാണ് പോയത്. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്കും എന്റെ മാതാവ് എന്ത് ചെയ്തു, ഈ ട്രീറ്റ്മെന്റിന് വേണ്ടി കൊണ്ടുപോയി പൈസയെല്ലാം അന്നൊക്കെ പള്ളിയിലല്ലേ നിൽക്കുന്നത്, പരുമല തിരുമേനിക്ക് എന്നെ ചെറുപ്പത്തിലെ അടിമ വെച്ചതാ. അപ്പൊ പരുമല പള്ളിയിലൊക്കെ പോയി നേർച്ചയും കാഴ്ചയൊക്കെ ഇട്ടു, ആ കബറിങ്ക് പോയി പ്രാർത്ഥിച്ചു. അങ്ങനെ അന്ന് അറിയാവുന്ന ആ സത്യത്തിലൊക്കെ ചെയ്തു. പിന്നെ അവിടുന്ന് മടങ്ങി വന്ന് മണർകാട് പള്ളിയിൽ പോയി, അവിടെ പ്രാർത്ഥിച്ചു. ആ കുളത്തിൽ ഇറങ്ങി എന്നെ കുളിപ്പിച്ചു. പിന്നെ കണ്ട ദരിദ്രർക്കൊക്കെ കൊണ്ടുപോയ പൈസയെല്ലാം കൊടുത്ത് ഇങ്ങനെ ആ പൈസയൊക്കെ തീർന്ന് വീട്ടിൽ വരുവാൻ ഇടയായി തീർന്നു. അപ്പൊ അമ്മച്ചിക്ക് വലിയൊരു ആത്മസംതൃപ്തി. ഇങ്ങനെയൊക്കെ പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്തപ്പോ എന്റെ കുഞ്ഞിന്റെ അസുഖം, ഞങ്ങളുടെ വീട്ടിലെ അസ്വസ്ഥതകളൊക്കെ മാറുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ചിന്തിച്ചതിന് വിപരീതമാണ് സംഭവിച്ചത്. അസുഖങ്ങൾ ഇങ്ങനെ കൂടി വന്നു. എനിക്കാണെങ്കിൽ സ്കൂളിൽ പോലും വയ്യാത്ത രീതിയിലുള്ള തലവേദന ഇങ്ങനെ വധിച്ചു വരുവാൻ തുടങ്ങി. ഒരു ദിവസം ഞാൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്ക് തലവേദന, കണ്ണും കാണാൻ വയ്യ. അപ്പൊ ഞാനങ്ങ് വല്ലാതെ അങ്ങായി കിടന്ന് നിലവിളിച്ചു, എനിക്ക് സ്കൂളിൽ പോകാൻ വയ്യ, എനിക്ക് കണ്ണ് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കിടന്ന് നിലവിളിച്ചു. അപ്പം എന്റെ പിതാവ് പാടത്ത് പണിക്കാരോടുകൂടെ ജോലി ചെയ്യുകയായിരുന്നു. അപ്പം എന്റെ മാതാവ് അടുത്തെന്ന് പറഞ്ഞു, കൊച്ചിന് ഒരു കുറവുമില്ല, എന്തുവാ ചെയ്യുന്നേ? അപ്പൊ മാതാവിന്റെ ഹൃദയം വളരെ ഇങ്ങനെ ഭാരപ്പെടുവാൻ ഇടയായിത്തീർന്നു. കുഞ്ഞുങ്ങൾ കൂടെ രോഗികളായി തീരുകയാണല്ലോ, അമ്മച്ചിക്കും സുഖമില്ല. അപ്പൊ പിന്നെ പിതാവ് പറഞ്ഞു, ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാൻ ഇന്നലെ പോയി മരുന്ന് മേടിച്ചതല്ലേ, ആ മരുന്നൊക്കെ കൊടുത്തു, ഞാൻ കയറി വന്നിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ അമ്മച്ചി ഇങ്ങനെ ചെറിയൊരു കയറ്റമാണ് വീട്ടിലോട്ട്, പാടത്തിൽ നിന്ന് കയറി വരുന്നു. അമ്മച്ചി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കയറി വരിക, ഞാൻ ഇനി ഒരു മരുന്നും കൊടുക്കുന്നില്ല, എന്റെ ദൈവമേ എന്തോ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ നെഞ്ചിലേക്ക് ഇങ്ങനെ പയ്യെ ഇങ്ങനെ അടിച്ചുകൊണ്ട് പറയുവാനിടയായി തോന്നുന്നു. അപ്പൊ പെട്ടെന്ന് അപ്പൊ ഈ വീട്ടിൽ കൊയ്യാനും മെതിക്കാനൊക്കെ വരുന്ന ആൾക്കാർ ബന്ധുക്കോസുകാരുണ്ട്. അപ്പൊ അവരിങ്ങനെ പിന്നെ ലീലാമ്മയെ നിങ്ങൾ അറിഞ്ഞതല്ല സത്യം കേട്ടോ, നിങ്ങൾ അപ്പള്ളിയില്ലേ പോകുന്നേ എന്നൊക്കെ പറയുവാനിടയായി തീർന്നു. അപ്പം അമ്മച്ചിയുടെ ഹൃദയത്തോട് ദൈവം ഇങ്ങനെ ഇടപെടുവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സ്നാനം കണ്ട നിമിഷം മുതൽ ഇങ്ങനെ ഇടപെടുവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം പിന്നെ അപ്പൊ പെട്ടെന്നൊരു ചിന്ത, അപ്പൊ എന്തൊക്കെ വിളിച്ചൊന്ന് പ്രാർത്ഥിപ്പിച്ചാലോ എന്ന് പെട്ടെന്നൊരു ചിന്ത. അപ്പം പിന്നെ മനസ്സിൽ ഇങ്ങനെ ഒരു ചോദ്യോത്തരം പോലെ ഇങ്ങനെ, ഓ ഞങ്ങൾ സേവിക്കുന്ന ദൈവമല്ലേ, അത് ജീവനുള്ള ദൈവമല്ലേ, പിന്നെ ഇനി ബന്ധുക്കോസാരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കും. ഇങ്ങനെ വാദപ്രതിവാദങ്ങൾ ഈ മനസ്സിൽ നടക്കുക. പിന്നെയും ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നു, ഇനി ബന്ധുക്കോസാരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അവരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കും. ഇങ്ങനെ അന്നേരം അച്ചാച്ചന്റെ അടുത്തൂടെ പോയാൽ അച്ചാച്ചൻ നൽകും. അതിന് വേറൊരു വഴി കൂടെ അമ്മച്ചി പെട്ടെന്ന് അച്ചാച്ചനെ കാണാതെ ഈ ബന്ധുക്കോസാരുടെ വീട്ടിൽ പോയി ഞാൻ അവരോട് പറഞ്ഞു, ജെമിനിക്ക് ഇങ്ങനെ സുഖമില്ല കേട്ടോ, അവള് സ്കൂളിൽ പോകാൻ വയ്യാതെ കിടക്കുക, അപ്പൊ ഭയങ്കര തലവേദന എന്നിങ്ങനെ പറയുവാനിടയായിട്ട്. അപ്പോഴത്തേക്ക് അവര് ഇങ്ങനെ ഒരു കേൾക്കാനിരുന്ന ഒരു വാർത്ത പോലെ അവര് കേട്ടപ്പോഴത്തേക്കും പെട്ടെന്ന് ഈ ഭാര്യയും ഭർത്താവും കൂടെ സന്തോഷത്തോടെ വന്ന് വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുവാനിടയായിട്ട് എനിക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അപ്പം കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ. യാക്കോബയിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇവര് കണ്ണീരോടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ഇവര് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ തലവേദന മാറി. ഞാൻ ശ്രദ്ധിച്ചു, ആ തലവേദന പെട്ടെന്ന് വിട്ടുമാറുവാനിടയായിട്ട് വരുന്നു. പിന്നെ ആ തലവേദന എനിക്ക് പിന്നെ വന്നിട്ടേ ഇല്ല. അത് ഭയങ്കര വിശ്വാസമായി. ഞാൻ 12 വയസ്സേ എനിക്ക് അന്നുള്ളൂ, എന്നാലും എനിക്ക് വിശ്വാസമായി. അപ്പൊ എനിക്കും മനസ്സിലുണ്ട്, എങ്ങനെയെങ്കിലും ഈ രോഗത്തിൽ നിന്നൊക്കെ ഒരു വിടുതൽ കിട്ടണം, എങ്ങനെയാ കർത്താവ്, എനിക്ക് ഒരു സ്വസ്ഥതയുള്ള ജീവിതം വേണമെന്ന് എനിക്കും ഒരു ചിന്തയുണ്ട്. അപ്പം പിന്നെ മാതാവിന് ഇങ്ങനെ ചിന്തയുണ്ട്, പക്ഷെ പിതാവിന് മാത്രം അങ്ങനെ ഒരു ചിന്ത. അതിന് കാരണമുണ്ട്, എന്റെ പിതാവൊക്കെ യഹോവ സാക്ഷിയിലായിരുന്നു, യഹോവ സാക്ഷിക്കാരാണ്. അവർക്ക് ഇത് ഇങ്ങനെയുള്ള പ്രാർത്ഥനയൊന്നും ഇല്ലല്ലോ. അപ്പൊ എന്റെ അസുഖം പെട്ടെന്ന് മാറി. അപ്പൊ അമ്മച്ചിക്കും എനിക്ക് ഭയങ്കര വിശ്വാസമായി, പ്രാർത്ഥന ഭയങ്കര വിശ്വാസമായി. അപ്പൊ വൈകിട്ട് ഇങ്ങനെ ചതിനുള്ള ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു.
പ്രാർത്ഥനയൊക്കെ നല്ലതാ, പക്ഷെ ഈ പാദം കേൾക്കൊന്നും പറിച്ചു പോകുന്നത് അതിന് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അവരൊന്ന് പ്രാർത്ഥിച്ചോട്ടെ, നമുക്കും പ്രാർത്ഥിക്കാം, എന്നാൽ ചർച്ചിലേക്കൊന്നും പോകണ്ട എന്ന് പറയുവാനിടയായി. അപ്പൊ ആ ആഴ്ചയില് അവിടെ തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ ഒരു 1.5 കിലോമീറ്റർ ദൂരമാ പിന്നെ ഒരു ബന്ധുക്കസാരുടെ ഒരു സുവിശേഷ യോഗം നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ വൈകുന്നേരം ആയപ്പോഴത്തേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ അമ്മച്ചി പറഞ്ഞു, ലീലാമ്മേ, നമുക്ക് ഇന്ന് കുഞ്ഞിനെയും കൊണ്ട് അവിടെ ആ സുവിശേഷ യോഗം നടക്കുന്നിടത്ത് പോകാം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമായി. പാട്ടും പ്രാർത്ഥനയും കേൾക്കുമ്പോഴത്തേക്കും അങ്ങ് പറന്നു പോകണമെന്നുള്ള ചിന്തയാ അമ്മച്ചിക്ക്. അപ്പൊ അച്ചാച്ചനോട് പറഞ്ഞു നോക്കാന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് അച്ചാച്ചനോട് പറയിപ്പിച്ചു, അച്ചാച്ച നമുക്ക് വൈകിട്ട് ആ സുവിശേഷ യോഗം നടക്കുന്നിടത്ത് പോകാം, അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ല വചനമൊക്കെയാന്ന് പറയുവാനിടയാക്കുന്നത്. അപ്പൊ അച്ചാച്ചൻ ദേഷ്യപ്പെട്ടു, അവിടെ ഇങ്ങനെ പോകാൻ ഇവിടെ ആരെയും കിട്ടത്തില്ല, നമുക്ക് ഇവിടെ തന്നെ ഇരുന്നാൽ മതി, പ്രാർത്ഥന അവരിവിടെ വന്ന് പ്രാർത്ഥിച്ചോടെ, നമുക്ക് പോകണ്ടെന്ന് പറയുവാൻ ഇടയാക്കുന്നത്. എന്നാലും ഈ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചവര് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെയും എന്നെ കൊണ്ട് ചോദിപ്പിച്ചു. അപ്പൊ അച്ചാച്ചന് പിന്നെ ജോലിയൊക്കെ കഴിയുമ്പോൾ കൂട്ടുകാരും കൂടി കവലയിലൊക്കെ പോകുന്ന ഒരു സ്വഭാവമുണ്ട്. പോയി കുറച്ച് നേരം അവരുമായിട്ട് വർത്താനം പറഞ്ഞ് പേപ്പറൊക്കെ വായിച്ചു വരുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ അന്ന് ഞാനിങ്ങനെ നിർബന്ധിച്ച്, എനിക്ക് സൗഖ്യവും കിട്ടിയില്ല, അതിന്റെ ഒരു സന്തോഷമുണ്ട്, നിർബന്ധിച്ച് നമുക്ക് പോകാന്ന് പറഞ്ഞുകൊണ്ട് അച്ചാച്ചനും ഒരുങ്ങി ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ സുവിശേഷ യോഗത്തിന് പോയി. അവിടെ ചെന്ന് സുവിശേഷ യോഗത്തിന് ആ പന്തലിലേക്ക് അടുക്കാറായപ്പോഴത്തേക്കും വിളിച്ചു പറയുക, ആ, ആരെ കാണേണ്ടു, എവിടെ പോകേണ്ടു എന്ന് വിചാരിക്കുന്ന ജീവിതമേ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നീ വചനമാണ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കും അമ്മച്ചി വിചാരിച്ചു, ദൈവമേ, ഞാന് എന്റെ ഹൃദയത്തിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നതായ വചനങ്ങളാണല്ലോ ഈ പാസ്റ്ററോട് ഇത് ആര് പറഞ്ഞു, ആരിത് പറഞ്ഞു, എന്റെ ഹൃദയത്തിലുള്ളതാണല്ലോ വിളിച്ചു പറയുന്നതെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷം അമ്മച്ചിക്ക്. അപ്പൊ ഓടിച്ചെന്ന് പന്തലിരുന്ന് വചനമൊക്കെ കേട്ട്, വചനം കേട്ടപ്പോഴത്തേക്കും ഒടുവിൽ ഓർഡർ കോൾ വന്നു, ആരുണ്ട് യേശുവിനെ സ്വന്തം രക്ഷിതാവായി കർത്താവായി സ്വീകരിക്കാനൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അമ്മച്ചി ആരോടും അനുവാദം ചോദിക്കാതെ എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ സ്വന്തം രക്ഷിതാവായും കർത്താവായിട്ട് സ്വീകരിച്ചു. അപ്പൊ എന്നോടും പറഞ്ഞു, നീയും പോയി സാക്ഷ്യം പറ, മുന്നേ പോയി ഇരിക്കെ സാക്ഷ്യം പറ, എനിക്ക് ദൈവം ഇങ്ങനെ സൗഖ്യം തന്നു, യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു പറയാൻ പറഞ്ഞു. അപ്പൊ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞതിനെ വിളിച്ചിട്ട് ഞാനും പറഞ്ഞു, 12 വയസ്സല്ലേ ഉള്ളൂ, വലിയ തിരിച്ചറിവൊന്നും ഇല്ലല്ലോ. അപ്പൊ എനിക്ക് ഈ സന്തോഷമുണ്ട് ഞാൻ സൗഖ്യം പ്രാപിച്ചതിലും. അപ്പം ഇങ്ങനെ പറഞ്ഞു, അന്ന് ഞാനും അമ്മച്ചിയും രക്ഷിക്കപ്പെട്ടു. പിന്നെ പക്ഷെ വീട്ടിൽ വന്ന് അച്ഛനൊന്നും പറഞ്ഞില്ല, പോകുന്നുള്ളൊരു ചിന്തയില്ല. അപ്പൊ ഇവര് പിന്നെയും ഇങ്ങനെ സഭയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവര് ആ സഭയിൽ ഒരു 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടന്നു ആ ഇടയ്ക്ക്. അപ്പൊ അന്ന് നല്ല പ്രവചനപരമുള്ള പാസ്റ്റർമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മാക്കൽ സണിറ്റ എന്ന് പറയുന്ന ഒരു പാസ്റ്ററുണ്ട്, ചെറിയൊരു റിലേഷൻ ഉണ്ട് വീട്ടുകാരുമായിട്ട്. അപ്പൊ ആ പാസ്റ്റർ നല്ല ശുശ്രൂഷയിൽ മികച്ചു നിന്നൊരു കാലഘട്ടമാണ്. ആ ദേവദാസിൽ കൂടി ഒരു ദൂതുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ കുന്നിന്റെ ചരിവിലുള്ള ഒരു വീട്ടിലെ യുവതിയുടെ കണ്ണുനീര് ഞാൻ കണ്ടിരിക്കുന്നു. അപ്പം നിങ്ങൾ ആ വീട്ടിൽ പോകണമെന്ന് പ്രാർത്ഥിക്കണം. ആ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ഈ ദേവദാസിൽ കൂടി ഒരു ദൂത് ഇവരോടുണ്ടായിരുന്നു. അപ്പൊ ഇവര് അവരുടെ ചുറ്റുപാടുള്ള തകയിലെ വീടുകളിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. ഞങ്ങളുടെ വീട്ടിൽ അച്ചാച്ചൻ ദേഷ്യപ്പെടുന്നുണ്ട് പെട്ടെന്ന് അങ്ങനെ വന്നില്ല, എന്നാലും ഇടയ്ക്ക് കാണുമ്പോൾ ജോലിക്കൊക്കെ വരുമ്പോൾ പറയാറുണ്ട്. അന്നേരം അങ്ങോട്ട് ചെന്ന് അവരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാണ്, അയ്യോ, ഈ വീടിനെ കുറിച്ചായിരുന്നു ഇങ്ങനെ ദൈവാത്മാവ് സംസാരിച്ചത്, ദൂതുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ അതിശയിച്ചു. അപ്പൊ ആ സഭക്കാരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ പിന്നെ സ്നാനം കുറച്ചു നാൾ ഇങ്ങനെ ചർച്ചിലൊക്കെ പോകാൻ തുടങ്ങി. അപ്പൊ ഞങ്ങള് പിള്ളേരല്ലേ, 4 പിള്ളേരുണ്ടല്ലോ, അന്നൊക്കെ വണ്ടി നമുക്ക് കുറവല്ലേ, നടന്നാ പോകുന്നത്, ഒരു 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ ഉണ്ട് പോകാനായിട്ട്. അപ്പൊ സൺഡേ സ്കൂളിന് രാവിലെ ഞങ്ങളെ വിടും. സൺഡേ സ്കൂൾ കഴിഞ്ഞ് ആരാധനയ്ക്ക് സമയമാകുമ്പോഴത്തേക്കും അച്ചാച്ചനും അമ്മച്ചിയും വരും. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോരണം. അപ്പൊ ഞാൻ സങ്കടത്തോടെയാ പോരുന്നത്, അവിടെ പുരുഷാരമൊക്കെ ഉണ്ട്, അവിടെ ആരാധനയ്ക്കൊന്നും കൂടാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സങ്കടത്തോടെയാ പോരുന്നത്. ഞങ്ങളെ ഇങ്ങ് വിടും. അപ്പൊ അങ്ങനെ 2-3 മാസമൊക്കെ കൂടിയപ്പോഴത്തേക്ക് സ്നാനപ്പെടണം എന്നുള്ളതായ ചിന്തയായി. അപ്പൊ അമ്മച്ചിക്ക് പെട്ടെന്ന് സ്നാനപ്പെടണം എന്നുള്ള ചിന്ത. അച്ചാച്ചനാണെങ്കിൽ സ്നാനം വേണ്ട, സ്നാനം വേണ്ട, ഇച്ചിരൂടെ കഴിയട്ടെ എന്നുള്ള ചിന്ത. പക്ഷെ അതിനും സഭയായിട്ട് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. അച്ചാച്ചനും മനസ്സ് വന്നു. അച്ചാച്ചനും അമ്മച്ചിയും ഒരുമിച്ച് സ്നാനപ്പെട്ടു. അന്ന് ഞങ്ങള് കൊച്ചറ എന്ന സ്ഥലത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസമായും 8ാം ക്ലാസ്സിലോട്ട് 7ൽ ചെന്നപ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. 8ാം ക്ലാസ് ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് സ്ഥലം വിറ്റ്
കല്ലാർ തൂക്കുപാലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, പട്ടംകൊള്ളി എന്നൊക്കെ പറയും, ആ സ്ഥലത്തേക്ക് ഞങ്ങൾ സ്ഥലം മാറി താമസിക്കാൻ ഇടയായിട്ടുണ്ട്. എന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം 8ാം ക്ലാസ് ലാസ്റ്റ് തൊട്ട് അവിടെ ഒരു ഗവൺമെന്റ് ഹൈസ്കൂളിലാണ്. അപ്പം ഞാൻ നേരത്തെ 8ാം ക്ലാസ് വരെ പഠിച്ചുകൊണ്ടിരുന്നത് ഈ കത്തോലിക്കരുടെ സ്കൂളിലായിരുന്നു. അവിടെ നല്ല രീതിയിൽ പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു, ഞാൻ പഠിക്കുകയും ചെയ്യായിരുന്നു. അപ്പൊ അവിടുന്ന് സർട്ടിഫിക്കറ്റ് തരാനായിട്ട് ഈ ടീച്ചേഴ്സ് മടിച്ചു. ആ കൊച്ചിനെ അവിടെ കൊണ്ടുപോയി അതിന്റെ ഭാവി വെറുതെ കളയാനാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്, ഇവിടെ തന്നെ അതിനെ പഠിപ്പിക്കുന്നൊക്കെ പറഞ്ഞു നിർബന്ധിച്ചു. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങളില്ലല്ലോ, സ്ഥലം വിറ്റ് പോവല്ലേ. അപ്പൊ TC ഒക്കെ വാങ്ങിച്ച് ഈ കല്ലാർ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് പിന്നെ എന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അവിടുന്ന് പിന്നെ പ്രീ ഡിഗ്രിക്ക് ചേർന്നു അവിടെയും നല്ല മാർക്കോടെ പാസ്സായി. അപ്പൊ എന്റെ പിതാവിന്റെ വീടിനോട് അടുത്താണ് ഞങ്ങൾ സ്ഥലം വാങ്ങിക്കുവാൻ ഇടയായിട്ടിരുന്നത്. അപ്പൊ പിതാവും അല്ല, എന്റെ വല്യപ്പനും പിന്നെ എന്റെ അപ്പന്റെ അനിയന്മാരും എല്ലാവരും, അവര് 8 സഹോദരങ്ങൾ, ആണുങ്ങൾ, പെങ്ങന്മാരില്ല. ഈ 8 സഹോദരങ്ങളും യഹോവ സാക്ഷികൾ. അപ്പൊ അവരുടെ അടുത്തോട്ട് തന്നെ പിന്നെ താമസത്തിന് വന്നപ്പോഴത്തേക്ക് അവര് നിന്ന് ഇങ്ങനെ സ്വാധീനിക്കുന്നത്, പെന്തക്കോസ്തിൽ പോകുന്നതിന് വളരെ പരിഹാസവും നിന്ദയും എല്ലാമായി. അപ്പൊ എന്റെ മാതാവിനെ വളരെ പരിഹസിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, ഞങ്ങളെയും പരിഹസിക്കുമായിരുന്നു. അപ്പൊ ഞാനും വളർന്നല്ലോ. പ്രീ ഡിഗ്രി കഴിഞ്ഞു. അപ്പൊ പ്രീ ഡിഗ്രി പാസ്സായപ്പോഴത്തേക്ക് ഇവർക്ക് ഭയങ്കര അതിശയമായി, ഞാൻ പ്രീ-ഡിഗ്രി പാസ്സായല്ലോ. അപ്പൊ ഇവർക്ക് മനസ്സിലായി ഇവരുടെ കയ്യിലൊന്നും കിട്ടത്തില്ല. പിന്നെ ഇവളെ ഡിഗ്രിക്ക് ചേർക്കും, കൈ കിട്ടത്തില്ലെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്തു, എനിക്ക് കല്യാണാലോചന കൊണ്ടുവരാൻ തുടങ്ങി. അപ്പൊ എന്റെ പിതാവിനും മനസ്സിലുണ്ട്, എന്റെ 2 അനിയത്തിമാരുണ്ടല്ലോ, അവരും വളർന്നു വരുമല്ലോ, എന്നെ നേരത്തെ കെട്ടി വിടണമെന്നുള്ളതൊക്കെ താല്പര്യം പിതാവിനും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ സമ്മതിച്ചില്ല, എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പിന്നെയും ഡിഗ്രിക്ക് ചേർന്നിട്ട് അപ്പന്റെ അനിയന്മാര്, അപ്പൊ ഒരനിയന് യഹോവ സാക്ഷിയിലെ ഒരു ശുശ്രൂഷകന്, ആ പുള്ളിക്കാരനൊരു ആലോചന കൊണ്ടുവന്നു, പിന്നെ എനിക്കും ആഭരണം ഇങ്ങോട്ടിട്ട് കല്യാണം കഴിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പൊ അച്ചാച്ചനൊരു വിശ്വാസിയാണെങ്കിലും നല്ല പൂർണ്ണമായിട്ടുള്ള ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ തുടങ്ങിയില്ല. അപ്പൊ അച്ചാച്ചനും ചെറിയ മനസ്സുണ്ടായിരുന്നു. പക്ഷെ ഞാനും അമ്മച്ചില്ല കുറച്ച് നിന്ന് ഞാൻ പറഞ്ഞു എനിക്ക് വിവാഹം വേണ്ട, എനിക്ക് അഥവാ ഇനി നിർബന്ധിച്ച് വിവാഹം കഴിക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് പെന്തക്കോസ്ത് തന്നെ മതി എന്ന് പറയാൻ ഇടയായിട്ടുണ്ട്. അത് അവർക്കൊന്ന് ഭയങ്കര വൈരാഗ്യം മണക്കൊക്കെ ആയിട്ടുണ്ട്. എന്നാലും എന്റെ അമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മോൾക്കൊരു വിവാഹം നടത്തുകയാണെങ്കിൽ കർത്താവേ, ഒരു ശുശ്രൂഷകനെ തന്നെ അവൾക്ക്, പെന്തക്കോസ്തിൽ ഒരു പാസ്റ്റർ തന്നെ അവൾക്ക് വേണ്ടി കൊണ്ടുവരണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ മറ്റുള്ള വിവാഹാലോചനയൊക്കെ വന്നുകൊണ്ടിരിക്കെ തന്നെ ഇപ്പൊ എന്റെ ഭർത്താവായിരിക്കുന്ന പാസ്റ്ററുമായിട്ടുള്ള ആലോചന വന്നു. അപ്പൊ അത് പിന്നെ എന്റെ മാതാവിന്റെ വീട്ടുകാരൊക്കെ പള്ളിക്കാരാണെങ്കിലും അവര് ഞങ്ങൾക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അവരെല്ലാം മുൻകൈ എടുത്ത് പിതാവിന്റെ വീട്ടുകാരുടെ പിന്നെ എതിരുണ്ടായിരുന്നു. എങ്കിലും എന്റെ വിവാഹം വളരെ പ്രതികൂലങ്ങളുടെ നടുവിൽ നടക്കുവാൻ ഇടയായി തീർന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയപ്പോഴത്തേക്കും എന്റെ വീട്ടിൽ വളരെ കോലാഹലങ്ങളൊക്കെ ഉണ്ടായി. വിവാഹത്തെ സംബന്ധിച്ച് എന്റെ പിതാവിന്റെ അനിയന്മാരൊക്കെ വളരെ പ്രതികൂലമായിട്ട് നിന്നു. എങ്കിലും ദൈവം അതിൽ നിന്നൊക്കെ വിടുവിച്ചു. കർത്താവിന്റെ വേലയില് ഞങ്ങള് ആവാൻ, അപ്പം തുടർന്ന് പഠിപ്പിക്കാമെന്നുള്ള നിബന്ധനയോടൊക്കെയാണ് വിവാഹം കഴിച്ചതെങ്കിലും പിന്നെ പഠിക്കുവാനൊന്നും ഇടയായില്ല. ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിന്റെ വേല ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കെ പിന്നെ ഞങ്ങൾ മലബാറില് നിലമ്പൂരില് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തില് പുല്ലഞ്ചേരി എന്ന സ്ഥലത്ത് സഭയിലായിരിക്കുമ്പോൾ എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. അന്നേരം നിലമ്പൂര് പുല്ലഞ്ചേരി വെച്ചാണ് മോനുണ്ടായത്. മോനുണ്ടായി കഴിഞ്ഞ് പെട്ടെന്ന് എന്റെ ശരീരത്തിൽ എരിച്ചിൽ തുടങ്ങി. അപ്പൊ എരിച്ചിൽ തുടങ്ങിയപ്പോഴത്തേക്കും നിലമ്പൂരുണ്ടായിരുന്ന 1-2 ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് കുറയാഞ്ഞിട്ട് പിന്നെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ പോയി ചെക്കപ്പ് ചെയ്തു. അവിടെ എൻഡോസ്കോപ്പ് ചെയ്തപ്പോഴത്തേക്കും അവിടെ ഡോക്ടർ പറഞ്ഞു, ഈശോ ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടർ ഒന്നുണ്ടായിരുന്നു. ആ ഡോക്ടർ എൻഡോസ്കോപ്പ് ചെയ്തിട്ട് പറഞ്ഞു പെപ്റ്റിക് അൾസറാണ്, പേടിക്കാനൊന്നുമില്ല, അതിന് കുറച്ച് നാൾ മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഒരു ടാബ്ലറ്റിനെ കുറിച്ച് തന്നു. അപ്പൊ ആ ടാബ്ലറ്റ് അവിടേക്ക് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല, പകരം ഒരു ടാബ്ലറ്റ് കിട്ടി. അതിങ്ങനെ കഴിച്ചുകൊണ്ട് പോകും. പിന്നെ അവിടുന്ന് നിലമ്പൂരിൽ നിന്ന് ഞങ്ങള് തൃശ്ശൂരിലേക്ക് വന്നു. തൃശ്ശൂർ മാറ്റാമ്പുറത്തുള്ള സഭയിലേക്ക് ഞങ്ങള് ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നു. അവിടെ വന്നപ്പോഴും എനിക്ക് എരിച്ചിൽ മാറിയിട്ടില്ല. ഒരു ടാബ്ലറ്റ് ഒരു ദിവസം എടുക്കണം. അങ്ങനെ എടുക്കുമ്പോഴേ പിന്നെ എനിക്ക് ഈ രോഗം ഇച്ചിരി ശമിച്ചിട്ട് ആഹാരമൊക്കെ കഴിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പൊ പിള്ളേർ 3 പേരുണ്ടല്ലോ, അവരെ സ്കൂളിൽ വിടണം, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, പിന്നെ വിസിറ്റിങ്ങിന് പോകണം. പിന്നെ എന്റെ ശരീരത്താണെങ്കിൽ വളരെ എരിച്ചിലും ഒക്കെ കഷ്ടപ്പാടുകളായി. അപ്പം അവിടുത്തെ തൃശ്ശൂർ വന്നപ്പോഴത്തേക്ക് ഒത്തിരി ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലൊക്കെ മാറി പോയി ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് കുറവൊന്നുമില്ല. അങ്ങനെ തൃശ്ശൂർ ജൂബിലി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്. അവിടെ പോയി ഒരു ദിവസം അഡ്മിറ്റ് ആയി. അവിടെ
പിന്നെ എൻഡോസ്കോപ്പി എടുത്തു. എൻഡോസ്കോപ്പി എടുത്തപ്പോൾ ആ ഡോക്ടർ ഇങ്ങനെ തന്നെയാ പറയുന്നത്, അൾസറാണ്, കുഴപ്പമൊന്നുമില്ല, കുറച്ച് നാൾ മരുന്ന് കഴിക്കണം. അപ്പൊ ഈ എൻഡോസ്കോപ്പി എടുത്തെടുത്ത് 7 എൻഡോസ്കോപ്പി എടുത്തു. ഞാനങ്ങ് അത് സഹികെട്ട് പേടിച്ചിട്ട് ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ പോകത്തില്ല. ഡോക്ടറെ കാണാൻ പോകാതെ ഇനി ഓംപ്രസോൾ എന്നുള്ള ടാബ്ലറ്റ് തന്നെ കഴിച്ചുകൊണ്ടിരുന്നു. അതിങ്ങനെ കഴിക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ട്, പിന്നെയും പിറ്റേ ദിവസം ഇത് തന്നെ. അങ്ങനെയാ ഒരു 2 വർഷത്തോളം ഡോക്ടറെ കാണാതെ ഈ ടാബ്ലറ്റ് കഴിക്കാൻ ഇടയായി തീർന്നു. അപ്പൊ ഈ കഴിച്ചുകൊണ്ടിരുന്ന ഈ ടാബ്ലറ്റ് ഇങ്ങനെ തുടർച്ചയായിട്ട് എടുത്തു. അപ്പൊ ഒരു ഹോമിയോ ഡോക്ടറെ ഇങ്ങനെ ഇടയ്ക്ക് കാണാനിടയായി. അപ്പൊ ആ ഡോക്ടറോട് ഇങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ ഡോക്ടർ, ഹോമിയോ ഡോക്ടർ, ഈ ടാബ്ലറ്റ് നിങ്ങൾ ഇത്രയും വർഷമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നു, നിങ്ങളൊന്ന് പോയി ഒന്ന് ചെക്കപ്പ് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് വേറെ രോഗമായി കാണുന്നു ആ ഡോക്ടർ, ഹോമിയോ ഡോക്ടർ പറയാനിടയായിട്ടുണ്ട്. അത് കേട്ടു. എനിക്ക് ടാബ്ലറ്റ് കഴിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ ടാബ്ലറ്റ് കഴിച്ചു. അങ്ങനെ എനിക്ക് ചെയ്ത് അവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് മാറ്റം കിട്ടി പത്തനംതിട്ട മണ്ണാർക്കുഴി എന്ന സഭയിലേക്ക് വന്നു. അപ്പോഴത്തേക്കും പിന്നെ എന്റെ മുഖത്തൊക്കെ ഒരു ഭാവ വ്യത്യാസവും കണ്ണിനൊക്കെ ഒരു വിളർച്ചയും, ശരീരത്തിൽ നല്ല തടിയുണ്ട്, മുഖത്തൊരു ഭാവ വ്യത്യാസം. അപ്പൊ ഈ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാമല്ലോ. ഈ പട്ടാളത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന 2 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു മണ്ണാർക്കുഴി സഭയിൽ. അപ്പൊ ഈ സഹോദരിമാര് എന്നെ കണ്ടു പറഞ്ഞു, ജെമിനിയുടെ മുഖത്ത് നോക്കിയിട്ട് എന്തോ ഒരു കാര്യമായിട്ട് അസുഖമുള്ള പോലെ തോന്നുന്നു. അപ്പം അന്നൊരു പാസ് അവിടെ ഇല്ല. അപ്പൊ ഒരു കാര്യം ചെയ്യും, പാസ് വരുമ്പോൾ വൈകുമല്ലോ, ഇപ്പൊ തന്നെ നമുക്ക് പോയി ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു അവരുടെ കാറിൽ തന്നെ എന്നെ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാനിടയായി തീർന്നു. അപ്പൊ പിള്ളേര് മൂത്ത മോള് 10ലായി, മറ്റു ഇളത്തുങ്ങളും 6ലും, മോൻ 3ൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഡോക്ടറെ കൊണ്ട് കാണിക്കാനിടയായി. ഡോക്ടർ ഇങ്ങനെ കണ്ട് വേറെ ചെക്കപ്പ് ഒന്നും ചെയ്തില്ല. എന്റെ കൈ ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു, ആഹാ, വീഴാതെ ഇത്രയും നാള് നടന്നത് ഭയങ്കര അത്ഭുതമാണല്ലോ, ബ്ലഡ് തീരെ ഇല്ല, ഭയങ്കര അനീമിക് ആണല്ലോ എന്ന് പറയാനിടയായിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ തന്നെ ഇവിടെ അഡ്മിറ്റ് ആക്കണം, വീട്ടിൽ പോകാൻ പറ്റത്തില്ല. അപ്പം ഈ ഇവിടെ ഒന്ന് സിസ്റ്റേഴ്സ് ഇങ്ങനെ പാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ എന്താ ചെയ്യുന്നത്, രഞ്ജിക്ക് ഇങ്ങനെ തീരെ വയ്യ, ഡോക്ടർ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ പാസ്റ്റർ പറഞ്ഞു എന്നാ ശരി അഡ്മിറ്റ് ആക്കി, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. പാസ്റ്റർ വന്നു, അന്ന് അഡ്മിറ്റ് ആക്കി. പിറ്റേ ദിവസം 3 ബോട്ടിൽ ബ്ലഡ് കയറ്റിയിട്ട് എൻഡോസ്കോപ്പി ചെയ്തു. എൻഡോസ്കോപ്പി ചെയ്തപ്പോഴത്തേക്കുമാണ് മനസ്സിലായത് ആമാശയത്തിൽ ട്യൂമറുണ്ട്. ട്യൂമർ അത് വളർന്നുപോയി, സർജറി അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നിങ്ങനെ ഡോക്ടർ പറയാനിടയാക്കുന്നു. അപ്പൊ നമ്മളിങ്ങനെ അപ്രതീക്ഷിതമായിട്ടൊരു വാർത്ത കേൾക്കുമല്ലോ, നമ്മൾ സർജറിക്കൊന്നും ഒരുങ്ങിയിട്ടില്ലല്ലോ. അപ്പൊ സഭക്കാരെ അറിയിച്ചു, വീട്ടുകാരെ അറിയിച്ചു. 7 ദിവസം ആ പ്രാവശ്യം അവിടെ ഹോസ്പിറ്റലിൽ കിടന്നു. ബ്ലഡ് ഒക്കെ കയറ്റി ഇച്ചിരി ആരോഗ്യമായിട്ടും പിന്നെ ഫെത്തോമിലോട്ട് പോകാനിടയായിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങൾ സർജറിക്ക് വേണ്ടി റെഡി ആയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ പിള്ളേർ പഠിക്കുമല്ലേ, വേറെ ആരും അവരെ നോക്കാനില്ലല്ലോ. അങ്ങനെ വിചാരിച്ച് ഞങ്ങള് പിന്നെ മുത്തൂറ്റ് ഹോസ്പിറ്റല്, കോഴഞ്ചേരി മുത്തൂറ്റാണ് പോയത്. മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ തന്നെ വേറെ ഒരു ഫർദർ ട്രീറ്റ്മെന്റിനോ അല്ലെങ്കിൽ ഒരു വേറെ ഒരു ഡോക്ടറുമായിട്ടൊന്നും കൺസൾട്ട് ചെയ്യാനൊന്നും പോയില്ല. ആ ഡോക്ടറെ തന്നെ പിന്നെ കൺസൾട്ട് ചെയ്തു. ആ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ സർജറിക്കൊന്നും വിധേയമായി തീർന്നു. എന്നാൽ ആശുപത്രിയിലൊക്കെ പോയിരുന്നെങ്കിൽ അവര് ആദ്യം കീമോയോ എല്ലാം തന്നിട്ട് പിന്നെ സർജറി ചെയ്യുമായിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു റിലീഫ് കിട്ടിയെന്ന് എല്ലാരും പറയുന്നു. പക്ഷേ ദൈവം നമ്മളെ കടത്തിവിടുന്ന പാതകൾ കൂടി പോയല്ലേ പറ്റത്തുള്ളൂ. ഏതായാലും മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ വെച്ച് സർജറി ചെയ്തു. സർജറി ചെയ്തപ്പോൾ അന്നൊന്നും ഈ ക്യാൻസറിനെ കുറിച്ചൊന്നും വലിയ അറിവൊന്നും എനിക്കില്ല. സർജറി ചെയ്തിട്ട് ബയോപ്സിക്ക് വിട്ടു. അപ്പൊ സർജറി ചെയ്ത ആമാശയം കംപ്ലീറ്റ് റിമൂവ് ചെയ്തു. അപ്പൊ കംപ്ലീറ്റ് അങ്ങനെ റിമൂവ് ചെയ്യാറില്ല, 2 ഭാഗമൊക്കെ ഒത്തിരി തീരെ വയ്യാത്തവരൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ളൂ. എന്റെയാണ് കംപ്ലീറ്റ് റിമൂവ് ചെയ്തു. അപ്പം ഈ അന്നനാളവും ചെറുകുടലുമായിട്ട് യോജിപ്പിച്ച് വെക്കുന്ന രീതിയിൽ 9 മണിക്കൂർ സർജറി ചെയ്തു, ആമാശയം റിമൂവ് ചെയ്തു. അപ്പൊ എനിക്ക് അന്ന് 68 കിലോ ഉണ്ടായിരുന്നു സർജറിക്ക് മുമ്പ്. ഈ സർജറി കഴിഞ്ഞ് എനിക്കന്ന് പിന്നെ ഒന്നും കഴിക്കാനും വയ്യ, എന്റെ ആരോഗ്യം പോയി, എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യ. 1 മാസം സർജിക്കൽ ICUവിൽ കിടന്നു. അപ്പൊ ഇതിന്റെ ബയോപ്സി റിസൾട്ട് വന്നപ്പോഴത്തേക്കും എന്താ പോസിറ്റീവ് ആണ്, ഇതിന് ഫർദർ ട്രീറ്റ്മെന്റ് ആവശ്യമാണ്, അപ്പം കീമോ തെറാപ്പി ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും കീമോന്ന് കേട്ടപ്പോഴത്തേക്കും ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഈ ഡോക്ടർ കീമോയോ, അത് ഒത്തിരി സൈഡ് എഫക്റ്റ് ഉള്ള ഇഞ്ചക്ഷൻ അല്ലേ, മുടിയൊക്കെ കൊഴിഞ്ഞു പോകത്തില്ലേ, അത് എനിക്ക് വേണ്ട എന്ന് ഞാൻ പറയാനിടയായിട്ടുണ്ട്. അപ്പൊ ഡോക്ടറിനെ വഴക്ക് പറഞ്ഞു, നിങ്ങൾ ഇത്രയും ചെറുപ്പമല്ലേ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചെറുതല്ലേ,
ട്രീറ്റ്മെന്റ് ചെയ്യാതിരുന്നാൽ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഈ ഡോക്ടർമാരെല്ലാം കൂടി ഇങ്ങനെ ശാസിക്കാൻ ഇടയായി കഴിഞ്ഞു. അപ്പൊ ഡോക്ടർമാരും വഴക്ക് പറഞ്ഞു, പിന്നെ സഭക്കാരിൽ അറിയാവുന്നവരൊക്കെ വഴക്ക് പറഞ്ഞു. ഞാൻ മനസ്സിലോടെ എന്നിട്ട് സമ്മതിച്ചു. അപ്പൊ അങ്ങനെ കീമോ തുടങ്ങി. അന്ന് മുത്തൂറ്റ് കീമോ ഇത് ക്യാൻസർ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടില്ലായിരുന്നു. എന്നെ ഇവിടെ കാരിത്താസിലേക്ക് അയക്കുവാൻ ഇടയായി തീർന്നു. അന്ന് ഗംഗാധരൻ ഡോക്ടർ പിന്നെ എറണാകുളത്ത് നിന്ന് വന്നു കാരിത്താസിൽ ഇങ്ങനെ പേഷ്യന്റിനെ നോക്കുമായിരുന്നു. അപ്പൊ ആ ഡോക്ടറെ കണ്ട് അപ്പൊ ഈ സർജറി ചെയ്തതും ആ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു 6 കീമോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്കന്ന് തീരെ വയ്യ, എഴുന്നേറ്റൊന്നും നടക്കാൻ വയ്യ, ആഹാരം കഴിക്കാൻ വയ്യ. ആദ്യമൊക്കെ ട്യൂബ് ഇങ്ങനെ വയറിൽ ട്യൂബ് ഇട്ടിട്ട് പിന്നെ സിറിഞ്ചും കൊണ്ട് ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്യുന്ന പോലെ ആയിരുന്നു ആഹാരം തന്നുകൊണ്ടിരുന്നത് ഒരു 1.5 മാസം. അത് കഴിഞ്ഞ് പിന്നെ ആ ട്യൂബൊക്കെ ഇങ്ങ് മാറ്റി വായി കൂടെ വളരെ നൈസായിട്ടൊക്കെ തരാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ ഫുഡ്. 2-3 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് ഒരു തവി കഞ്ഞിയൊക്കെ കുടിക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ഡെവലപ്പായിട്ട് ഫുഡൊക്കെ ഒരുവിധം കഴിക്കാൻ പോകും. പക്ഷെ ആഹാരം എല്ലാവരും കഴിക്കുന്ന പോലെ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ ലൈറ്റായിട്ടുള്ള ഫുഡേ കഴിക്കാൻ പറ്റത്തുള്ളൂ. കഞ്ഞി കഴിക്കാം, ചോറ് നല്ലപോലെ വെന്തത് കഴിക്കാം, മുട്ട കഴിക്കാൻ പാടില്ല, ഇറച്ചി കഴിക്കാൻ പാടില്ല, മീൻ മുള്ളില്ലാത്ത കഴിക്കാം. പിന്നെ പരിപ്പ്, പയറ്, ചേമ്പ് അങ്ങനെയുള്ള ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് എന്റെ ആഹാര രീതികൾ. ഈ സർജറി കഴിഞ്ഞുള്ള എന്റെ ശരീരത്തിന്റെ ഇതെല്ലാം അങ്ങ് മാറി. അങ്ങനെ കീമോ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഒന്നാമത് എനിക്ക് ആഹാരം വേണ്ട. കീമോതെറാപ്പി ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ, ആഹാരം കാണാൻ വയ്യ, ആഹാരത്തിന് മണം കേൾക്കാൻ വയ്യ, വെള്ളം കാണാൻ വയ്യ. എനിക്ക് ഛർദില്. അപ്പൊ ഒരു കീമോ ചെയ്തിട്ട് 15 ദിവസം കഴിയുമ്പോൾ പിന്നെയും പോകും. അപ്പൊ ഞങ്ങൾ താമസിക്കുന്നത് പത്തനംതിട്ട. ചെക്കപ്പിന് പോകേണ്ടത് കോട്ടയത്ത് കാരിത്താസില്. അപ്പൊ കാറിലാണെങ്കിലും വണ്ടി കണ്ടില്ല എനിക്ക് ഛർദില്ല. ആഹാരം കഴിക്കാൻ വയ്യ. ജീവശവം പോലെ പോയി ചെക്കപ്പും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും ഒരുമാതിരി മരിച്ച അവസ്ഥയിലാണ്. പിന്നെ എടുത്തു വേണം വീട്ടിലോട്ട് മേളില് താമസിക്കണം, അങ്ങോട്ട് കയറ്റാനായിട്ട്. ആ രീതിയിലായി. ഞാൻ മടുത്തു. അപ്പം പിന്നെ കീമോതെറാപ്പി പിന്നെ എന്റെ ബുദ്ധിമുട്ട് കണ്ടുകൊണ്ട് മുത്തൂറ്റ് തന്നെ ചെയ്യാൻ തുടങ്ങി. അപ്പം എന്നാലും ചെക്കപ്പിന് കാരിത്താസിൽ പോയേ പറ്റത്തുള്ളൂ. ഒരു വിധത്തിൽ 3 ചെയ്തു. 3 ചെയ്തപ്പോഴത്തേക്കും എനിക്ക് തീരെ വയ്യ. എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ, ആഹാരം കഴിക്കാൻ വയ്യ, വെള്ളം വേണ്ട, ഒന്നും വേണ്ട. വല്ലപ്പോഴും കൊണ്ട് ട്രിപ്പ് ഇടും. ഇത് മാത്രമാണ് എന്റെ ആഹാരം. അപ്പൊ ഞാൻ തീരുമാനിച്ചു, ഏതായാലും ജീവിച്ചാലും മരിച്ചാലും ദൈവത്തിന് വേണ്ടുമല്ലേ, ഇങ്ങനെ കഷ്ടപ്പെട്ട ഒരു ജീവിതം എനിക്ക് വേണ്ട. മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ, എനിക്കിനി കീമോതെറാപ്പി ഒന്നും വേണ്ട എന്ന് ഞാൻ എന്റെ ദൈവത്തോട് ഞാൻ തീരുമാനിച്ചു. എല്ലാവരും എന്നെ നിർബന്ധിച്ചു, ചെയ്യണം അല്ലെങ്കിൽ മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒത്തിരി നിർബന്ധിച്ചു. ഞാൻ പറഞ്ഞു ജനിച്ചാലും ഒരിക്കലും മരിക്കട്ടെ. അത് ഞാൻ ദൈവത്തെ ഏൽപ്പിച്ചിരിക്കുക എന്റെ ജീവിതം. അതിന് ദൈവത്തിന് ഇരുവെങ്കിൽ ഞാൻ ജീവിക്കും, അല്ലെങ്കിൽ ഞാൻ മരിക്കും. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞാനങ്ങ് ധൈര്യപ്പെട്ടു. 3 കീമോ ചെയ്ത് ഞാനങ്ങ് നിർത്തി. അങ്ങനെ പയ്യെ ക്ഷീണമൊക്കെ മാറി ചിരിച്ച ആഹാരമൊക്കെ കഴിക്കാൻ തുടങ്ങി. എഴുന്നേറ്റ് നടക്കാറൊക്കെ ആയി. അപ്പൊ മുടി കംപ്ലീറ്റ് പോയായിരുന്നു. മുടിയൊക്കെ ഇങ്ങനെ വളർന്നു വന്ന് പുറകോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കെട്ടാറായപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇളമ്പൽ സഭയിലേക്ക് സ്ഥലമാറ്റം കിട്ടി. അപ്പൊ ഇളമ്പൽ സഭ ചെന്ന് അവിടെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഒരു 2 വർഷം 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും ഭയങ്കര അപ്പൊ മണ്ണാർക്കുഴിഞ്ഞിരിക്കുമ്പോൾ പിന്നെ ഒരു സർജറി ആദ്യം കഴിഞ്ഞു. അത് 2003 ഒരു സർജറി കഴിഞ്ഞ് 1 വർഷമായപ്പോഴത്തേക്കും പാസ്റ്റർ ഗൾഫിൽ പോയി. വിസിറ്റിങ്ങിന് വേണ്ടി ഗൾഫിൽ പോയി. അവിടുത്തെ സഹോദരന്മാർ കൊണ്ടുപോയി ഗൾഫിൽ പോയി. പാസ്റ്റർ 1 മാസം അവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് പിന്നെയും വയറുവേദന തുടങ്ങിയിട്ട് പിന്നെ ഛർദിൽ. അപ്പൊ ഈ ആമാശയം റിമൂവ് ചെയ്തവർക്ക് വിശക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. അവരെന്തെങ്കിലുമൊക്കെ കഴിക്കുകയോ കുടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അമ്മച്ചി എന്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ പാസ് വീട്ടിലോട്ട് പോയപ്പോ അമ്മച്ചിക്ക് പെട്ടെന്ന് എന്തോ വീട്ടിൽ നിന്ന് പോകേണ്ട ആവശ്യം വന്നു. അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ചെറിയൊരു അടുക്കളയിലെ പണിയും പിന്നെ സഭയിൽ ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ആഹാര സമയത്തിന് കഴിക്കാഞ്ഞോണ്ടായിരിക്കാം പെട്ടെന്ന് ഒരു ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞ് സന്ധ്യക്ക് ഇങ്ങനെ വയറുവേദന കൂടി ഛർദില് തുടങ്ങി. അപ്പൊ പാസ്റ്ററെ പെട്ടെന്ന് അറിയിച്ചു. പാസ്റ്റർ പെട്ടെന്ന് വന്നു. അന്നേരത്തേക്ക് എന്നെ മുത്തൂറ്റ് കൊണ്ടുപോയി പിന്നെ അഡ്മിറ്റ് ആക്കി. സഭക്കാരെല്ലാരും കൂടെ മുത്തൂറ്റ് കൊണ്ട് അഡ്മിറ്റ് ആക്കി. ഈ സർജറി ചെയ്ത ചെറിയ മാത്യു ഡോക്ടറെ തന്നെ കാണിച്ചപ്പം ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഇത് ആമാശയം റിമൂവ് ചെയ്തവർക്ക് ചിലർക്ക് ഇങ്ങനെ വരാറുണ്ട്, റെയറായിട്ടേ വരത്തുള്ളൂ, ചിലർക്ക് തന്നെ മാറും,
കുടല് ബ്ലോക്ക് ആയി പോയതാന്ന് പറഞ്ഞു. അപ്പൊ ഈ ചെറുകുടൽ ഒട്ടിപ്പിടിച്ച് ബ്ലോക്ക് ആയിപ്പോയി. ആഹാരം താഴോട്ട് പോകത്തില്ല, ഒരു ഗ്യാസ് പോലും മുന്നോട്ടും ഇല്ല താഴോട്ടും ഇല്ല, ഇങ്ങനെ സ്റ്റക്കായി പോയി. അപ്പൊ അതിന്റെ വേദനയാ. അപ്പൊ ഈ ഇങ്ങനെ പിത്തവെള്ളം ഇങ്ങനെ മൂക്കിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഭയങ്കര വേദനയും. അപ്പോഴത്തേക്കും അതിവേദനയെ സഹിക്കാൻ വയ്യ. അപ്പൊ മുത്തൂറ്റ് ഇങ്ങനെ അഡ്മിറ്റ് ആയിട്ട് കിടക്കുമ്പോ പിന്നെ ഒരു പാസ്റ്റർ അവിടെ വന്നു വിസിറ്റിങ്ങിന് വേണ്ടി. എന്നെ കാണാൻ വന്നതല്ല, വേറെ ആരെ കാണാൻ വന്നതാ. അപ്പൊ ആ പാസ്റ്റർ ഇങ്ങനെ വന്ന് എന്റെ കഷ്ടപ്പാടുകൊണ്ട് എല്ലാവരും കൂടെ കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച് എന്റെ ആ വേദന പെട്ടെന്ന് മാറി. പക്ഷെ ഛർദ്ദിൽ നിന്നിട്ടില്ല, വേദന കുറഞ്ഞു. അങ്ങനെ ഞാൻ ശാന്തമായിട്ട് ഇങ്ങനെ കിടക്കുക. പാസ്റ്റർ പെട്ടെന്ന് വന്നപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നാല് എന്താ പറ്റും, ഇങ്ങനെ വയ്യാത്തൊരാൾ ഇങ്ങനെ ഇട്ട ഒരു തീരുമാനമില്ലാതെ ഇങ്ങനെ ഇട്ടാൽ എങ്ങനെയാ, നമുക്ക് അമൃതയെ കൊണ്ടുവന്നു പറഞ്ഞു. അപ്പൊ മുത്തൂറ്റ് ഡോക്ടർമാരോട് പറഞ്ഞപ്പോ അവര് സമ്മതിക്കത്തില്ല, നിങ്ങൾ എഴുതി ഒപ്പിട്ട് തന്നിട്ട് കൊണ്ടുപോകും, ഇത്രയും ക്ഷീണമുള്ള പേഷ്യനെ ഞങ്ങൾ തന്നു കിടക്കുന്നു. അപ്പൊ എല്ലാവരും കൂടെ പറഞ്ഞു, ഞങ്ങൾ എഴുതി ഒപ്പിട്ട് തന്നോളാം. ഞങ്ങള് പേഷ്യന്റിനെ കൊണ്ടുവന്നാൽ ബലമായിട്ട് അങ്ങ് കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പൊ അവരുടെ എഴുതി ഒപ്പിട്ട് കൊടുത്തപ്പോഴത്തേക്കും അവരുടെ ആംബുലൻസ് വിട്ടു തന്നു. അങ്ങനെ തന്നെ അമൃതയിലോട്ട് കൊണ്ടുപോയി. അമൃതയെ കൊണ്ടുവന്ന് അവിടെ പിറ്റേ ആദ്യത്തെ ഓപ്പറേഷൻ ചെയ്ത് അതേ 1 വർഷമായപ്പോഴത്തേക്ക് രണ്ടാമത്തെ ഓപ്പറേഷൻ കൂടെ വെച്ച് ചെയ്യാനിടയായിട്ട്. അപ്പൊ അവിടെ ചെന്ന് ഡോക്ടർ വന്ന് നോക്കി, എൻഡോസ്കോപ്പി ചെയ്തു. എൻഡോസ്കോപ്പി ചെയ്തപ്പോ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കുടല് ബ്ലോക്ക് ആയി പോയതാണ്, അത് സർജറി ചെയ്തുകൊണ്ട് നിവൃത്തി, തൽക്കാലം നമുക്ക് നോക്കാം, തനിയെ ഓപ്പൺ ആവുമോ നോക്കാന്ന് പറഞ്ഞ് അവിടെ പിന്നെ അഡ്മിറ്റ് ആക്കി അമൃതയില്. ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വേദന, അതിവേദന. എനിക്ക് അത് ആദ്യമുണ്ടായ വേദനയെക്കാൾ ഭയങ്കര വേദന. അപ്പൊ പെട്ടെന്ന് ഒരു എമർജൻസി ആയിട്ട് കയറ്റി പിന്നെ എൻഡോസ്കോപ്പി ചെയ്തപ്പോഴത്തേക്കും ഡോക്ടർമാർ പറഞ്ഞു ഇൻഫെക്ഷൻ ആയിപ്പോയി, പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്തേ പറ്റത്തുള്ളൂ. പെട്ടെന്ന് തന്നെ കയറ്റി തിയേറ്ററിൽ കയറ്റി ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്ത് ഇറക്കിയിട്ട് ഡോക്ടർമാർ പറഞ്ഞു 90% ഹോപ്പ് ഉണ്ട്, 10% നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ ഇൻഫെക്ഷൻ സാധ്യതയുണ്ടല്ലോ. എന്തായാലും ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് ബോധം തെളിയുമ്പോഴത്തേക്കും ഭയങ്കര ഷിവറിങ് ഉണ്ട്, ഷിവറിങ് ഉണ്ട്, പനിയുണ്ട്, ഭയങ്കര പനി. അപ്പം അപ്പൊ ഡോക്ടർമാർ പറഞ്ഞു ഇൻഫെക്ഷൻ ആയതാ, തുടർന്ന് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നും പറഞ്ഞ് അവര് പിന്നെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പം 4 ദിവസം കഴിഞ്ഞു. ഇങ്ങനെ ഇവര് ഡ്രസ്സൊക്കെ ചെയ്ത് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പൊ എനിക്ക് തീരെ വയ്യാത്ത അവസ്ഥയിലേക്ക് ഇങ്ങനെ പോവുക, ശരീരം എല്ലാം അങ്ങ് നീര് വെച്ച് വീർക്കാൻ തുടങ്ങി, കാലും കൈയൊക്കെ വലിയ ഈ വാഴപ്പിണ്ടി പോലത്തെ അവസ്ഥയായിപ്പോയി, നീര് വെച്ച് വീർത്തിട്ട് ഒന്നും മിണ്ടാൻ വയ്യ. അപ്പൊ ഒരാളെ ഒരു കൂട്ടത്തിൽ നിർത്തത്തുള്ളൂ. അപ്പൊ ബാസ് തന്നെ എന്റെ കൂടെ നിൽക്കുന്നത്, വീട്ടിൽ അമ്മച്ചുണ്ട് പിള്ളേരുടെ അടുത്ത്. അപ്പൊ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ വരികയും പോവുകയൊക്കെ ചെയ്യും, അടുത്ത റൂം എടുത്ത് ആങ്ങളെയൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പം പിന്നെ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ഡോക്ടർമാർ പറഞ്ഞു കാണാനുള്ളവരൊക്കെ വന്ന് കണ്ടോളാൻ പറഞ്ഞു. ഇങ്ങനെ ഡോക്ടർമാർ പറഞ്ഞു. പിന്നെ എന്നെ ഇങ്ങനെ ചാരി ഇരുത്താവുന്ന ഒരു സൈസ് ബെഡുണ്ട്, ആ ബെഡിൽ ഇങ്ങനെ കിടത്തിയിരിക്കും, ഇടയ്ക്ക് ചാരി ഇരുത്തും. പക്ഷെ എനിക്കൊന്നും മിണ്ടാൻ വയ്യ, ഒന്നും കഴിക്കാൻ വയ്യ, വെള്ളം പോലും കാണാൻ വയ്യ, ഇങ്ങനത്തെ അവസ്ഥയിൽ ഈ ഡ്രിപ്പ് മാത്രം കയറുന്നുണ്ട്, ഇതാണ് എന്റെ ആഹാരം. അപ്പൊ പുറത്തുനിന്നുള്ള ആഹാരമോ കഴിക്കുമ്പോഴോ ഒന്നും ഇവർ തരത്തുമില്ല. ഹോസ്പിറ്റലിനകത്ത് ആഹാരവും വെള്ളവും എനിക്ക് വേണ്ടതാണ്. ഇങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ ഇരുന്നിട്ടുള്ള സഭകളിലെ ആൾക്കാരെല്ലാം ഇങ്ങനെ വന്ന് എന്നെ കാണുകയും അവര് ഭയങ്കരമായിട്ട് കരച്ചിലും പ്രാർത്ഥനയും ഒക്കെയാണ്. ഞാൻ പറയുന്നൊന്നും തിരിയത്തുമില്ല. അപ്പൊ ഓരോരുത്തര് വന്ന് എന്റെ ഈ ഓരോ റൂമിൽ കിടക്കുന്നവരൊക്കെ വന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയിട്ട് പറയും ഭയങ്കര സീരിയസ് ആ, ഇവരിപ്പോ ഉടനെ തന്നെ മരിക്കും, ആ പെണ്ണ് ഉടനെ തന്നെ മരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ പെറുപെറുക്ക് നടക്കം പറയുന്നു. അപ്പൊ എനിക്ക് കാണാം, എന്റെ അടുത്ത് നിന്നല്ലല്ലോ പറയുന്നത്. അന്നേരം ഇങ്ങനെ ആൾക്കാരും ഇവിടെ അറിയിച്ചു, അവരെല്ലാം വന്ന് കാണാനായിട്ട് അവസരം കൊടുത്തു. പിന്നെ എന്നാണ് ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഇവിടെ കിടന്നിട്ട് കാര്യമില്ലല്ലോ, ഇവിടെ കിടന്നാൽ വേറെ ആഹാരം ഒന്നും കൊടുക്കാനും പറ്റത്തില്ല, ഒരു കാര്യം ചെയ്യും, വീട്ടിലേക്ക് കൊണ്ടുപോകണം, നാളെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ അങ്ങനെ ചെയ്ത് ഇങ്ങനെ പറഞ്ഞിരിക്കെ ഡോക്ടർ സിസ്റ്റർ വന്നു, ഇങ്ങനെ ഡ്രസ്സ് ചെയ്യാനായിട്ട് വന്നു, മുറിവേല ഡ്രസ്സ് ചെയ്യാൻ വന്നു. ഇവര് ഈ പാട് മാറ്റിയപ്പോഴത്തേക്കുണ്ടല്ലോ, പാസ്റ്റർ അടുത്ത് നിൽക്കുക, പാട് മാറ്റിയപ്പോഴത്തേക്ക് ഈ ഓപ്പറേഷൻ ചെയ്തതിന്റെ പകുതി ഭാഗം പഴുത്തിട്ട് പിന്നെ സ്റ്റിച്ച് എല്ലാം വിട്ട് കുടലെല്ലാം കാണാവുന്ന രീതിയിൽ കിടക്കുക. പിന്നെ അന്നത്തേക്കും പാസ് ഇങ്ങനെ പേടിച്ചിട്ട് എന്തോ സിസ്റ്റർ ചെയ്ത്, എന്തോ സിസ്റ്റർ എന്ന് പറഞ്ഞ് പാസ് ഇങ്ങനെ പേടിച്ചിട്ട് ചോദിച്ചു. അപ്പൊ ഇവരിത് മൂടി വെച്ചിട്ട് ഓടി ചെന്ന് ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പൊ ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇത് സ്റ്റിച്ച് ഇൻഫെക്ഷൻ ആയിട്ട് സ്റ്റിച്ച് വിട്ടുപോയതാ, നമുക്ക്
പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാം, അത് ഉണങ്ങുമ്പോൾ നമുക്ക് റീസ്റ്റിച്ച് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും 7 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മുറിവൊക്കെ ഉണങ്ങി കേട്ടോ. അപ്പം എല്ലാം സഭകളിലെല്ലാം വിളിച്ചു പറഞ്ഞു, എല്ലാ രാജ്യത്തുള്ള ദൈവമക്കളെല്ലാം അറിഞ്ഞവരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സഭക്കാരും പ്രാർത്ഥിച്ചു. ഏതായാലും 7 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഉണങ്ങി ഉണങ്ങി റീസ്റ്റിച്ച് ചെയ്തു. അപ്പൊ റീസ്റ്റിച്ച് ചെയ്തിട്ടും ഈ നീരൊന്നും അങ്ങോട്ട് മാറുന്നില്ല. എന്റെ അവസ്ഥ പഴയതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുവാണ്. അപ്പൊ പിന്നെയും ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഏതായാലും വീട്ടിൽ പൊയ്ക്കോ, വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇഷ്ടമുള്ളതൊക്കെ കൊടുത്തോളെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒക്കെ ചെയ്തു. പിന്നെ അപ്പൊ പകുതി സ്റ്റിച്ചേ വിട്ടിട്ടുള്ളൂ ആദ്യം. ഞാൻ എന്നെ എഴുന്നേറ്റ് ഇങ്ങനെ ചാരി എത്തിയതാ, എങ്ങനെ നനങ്ങോ ചുമക്കി ഏതാണ്ട് ചെയ്തതാ. ബാക്കി പകുതി സ്റ്റിച്ചും കൂടെ അങ്ങ് വിട്ടുപോയി. താഴോട്ടുള്ള പകുതി സ്റ്റിച്ചും കൂടെ വിട്ടുപോയിട്ട് പഴുപ്പും ചോരയും വെള്ളം എല്ലാം കൂടെ അങ്ങ് ഒഴുകി ബെഡെല്ലാം മുങ്ങി. അപ്പൊ കണ്ടുനിന്നവർക്കെല്ലാം ഭയങ്കര അസ്വസ്ഥത, കാണാൻ വയ്യാത്തൊരവസ്ഥ. അപ്പോഴത്തേക്കും പിന്നെയും ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നു. ഡോക്ടർ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി പിന്നെ ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടെങ്കിൽ കൊടുത്തോ എന്നൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം വീട്ടിൽ വിട്ടു. അപ്പൊ അത് രജിസ്റ്റർ ചെയ്യുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. ഡോക്ടർ പറഞ്ഞു, ഇത് നിങ്ങൾ ഏതൊരു സിസ്റ്റർമാർ, അടുത്ത സിസ്റ്റർമാര് കാണുമല്ലോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുള്ളതോ പരിചയമുള്ളതായ സിസ്റ്റർമാരെ വിളിച്ച് വീട്ടിൽ വെച്ച് തന്നെ ഡ്രസ്സ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിടുവാൻ ഇടയായിട്ട്. അപ്പൊ ഞാൻ അവിടെ വെച്ച് ഞാനൊരു സ്വപ്നം കണ്ട്, വീട്ടിൽ ചെന്ന് 3 പ്രാർത്ഥന കഴിയുമ്പോഴേ 3-3 ഇങ്ങനെ ഒരു ശബ്ദം ഞാൻ കേട്ടു. എനിക്കെന്താന്ന് മനസ്സിലായില്ല, ഇങ്ങനെ ശബ്ദം കേട്ടു. ഏതായാലും ഞങ്ങളൊരു വ്യാഴാഴ്ചയാണ് ഫെയ്ത്തോമിലോട്ട് ചെല്ലുന്നത്. അപ്പൊ വ്യാഴാഴ്ച ഉം, ഉം, നേരം കൊടുത്തു. പിന്നെ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥന ഫെയ്ത്തോമിൽ തന്നെ വെച്ചു. ചർച്ചിൽ വെക്കേണ്ടത് ഫെയ്ത്തോമിലോട്ടാക്കി. അപ്പൊ ഫെയ്ത്തോമിൽ എല്ലാവരും വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ തന്നെ പിറ്റേ വെള്ളിയാഴ്ചയും, അങ്ങനെ 3 വെള്ളിയാഴ്ച പ്രാർത്ഥന വെക്കാൻ ഇടയായിട്ടുണ്ട്. അപ്പൊ ഇതിനോട് ഇടയ്ക്ക് എല്ലായിടത്തും ഒന്ന് പ്രശസ്തമായി ഭക്തന്റെ ഭാര്യ മരിക്കാൻ കിടക്കുക, രാവിലെ വന്ന് കാണുന്നൊരു പറയുമോ ഇന്ന് വൈകിക്കത്തില്ല, സന്ധ്യയ്ക്ക് വരുന്നവര് പറയുന്നു നേരം വിളിപ്പിക്കത്തില്ല, അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു എന്റേത്. ഇങ്ങനെ 3 ആഴ്ച അങ്ങനെ തുടരവേ 3-മത്തെ ഉപവാസ പ്രാർത്ഥനയിലാണ് അത്ഭുതകരമായിട്ടൊരു വിടുതൽ വരും എനിക്ക് തന്നു. അപ്പൊ ഈ വോമിറ്റിംഗ് മുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ ഛർദിൽ അങ്ങ് നിന്നു. പിന്നെ എനിക്ക് പയ്യെ പയ്യെ ആഹാരം കഴിക്കാനുള്ള അവസ്ഥയായി. പയ്യാണ് ഞാൻ ആരോഗ്യം പ്രാപിച്ചു. അത്ഭുതകരമായിട്ട് മരുന്നിന്റെ ഒന്നുമല്ല, ഈ മരുന്നൊന്നും കഴിക്കാൻ വയ്യ, അങ്ങനെ പെട്ടെന്ന് ആരോഗ്യം പ്രാപിച്ചു. അപ്പം എന്നോട് ശുശ്രൂഷയുടെ ആദ്യ കാലങ്ങളില് ഒരു ദേവദാസൻ ദൂത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ നീ പിന്നെ കേട്ടിട്ടില്ലാത്ത ഭാഷക്കാരുടെ ഇടയിൽ നിന്നെ ഞാൻ അയക്കും, പിന്നെ ഭക്ഷിച്ചിട്ടില്ല ഇല്ലാത്ത ആഹാരം നീ കഴിക്കും, ധരിച്ചിട്ടില്ലാത്ത വസ്ത്രം നീ ധരിക്കും എന്നൊക്കെ ഇങ്ങനെ ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ അസുഖമൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു, ഇതെന്തൊരു ദൂതാണ്, അതൊക്കെ ഇനി എന്നും നിറവേറാണ് എന്നൊക്കെ ഞാനിങ്ങനെ ആദ്യമൊക്കെ വിചാരിച്ചു. എന്നിട്ടും പിന്നെ അന്തരാത്മാവിൽ എനിക്കൊരു ധൈര്യമുണ്ട്, ഒരു ദൂത് പറഞ്ഞ ദൈവമല്ല, ഞാനത് പ്രാപിക്കും. മരണത്തെക്കുറിച്ച് ഒരു ഭയമേ എനിക്കില്ലായിരുന്നു. പിന്നെ എന്നാല് ഇടയ്ക്ക് പിന്നെ ഈ കീമോ ഒക്കെ എടുത്തപ്പോഴത്തേക്കും ആരോഗ്യമുള്ളവരെ കാണുമ്പോഴത്തേക്കും ഞാൻ വിചാരിക്കും, ദൈവമേ ഞാൻ ഇനി എത്ര നാൾ ജീവിച്ചിരിക്കും, എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തായിത്തീരുന്നത്, ചെറിയ സങ്കടം വന്നു. അങ്ങനെ ഒരു സങ്കടം വന്നിട്ട് പിന്നെ ഞാൻ പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു, എനിക്ക് കണ്ണുനീര് തന്നിട്ടുണ്ടായിരുന്നു. എവിടെ ഇരുന്നാലും അവിടെ ഞാൻ കരഞ്ഞ് കരഞ്ഞ് അവിടെ മുഴുവൻ നനയ്ക്കും. ബൈബിൾ വായിക്കുവാനുള്ള കൃപ തന്നു, ബൈബിളും വായിക്കും, കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്തായാലും എന്റെ ഭാഷയെ ദൈവം എനിക്ക് പിന്നെ വചനം തന്നു. അപ്പൊ ഈ 2-മത്തെ സർജറി കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ കരയുകയും പ്രാർത്ഥിക്കുകയും വചനം വായിച്ചുകൊണ്ടിരിക്കുക ചെയ്ത് പിന്നെ യെശയ്യാപ്രവചനം 37-ാം അധ്യായം 30-ാം വാക്യം, ഈ വാക്യം ഞാൻ വായിച്ചു. യെശയ്യാപ്രവചനം 37:30. എന്നാൽ ഇത് നിനക്ക് അടയാളമാകും, നിങ്ങൾ ഈ ആണ്ടിൽ പടുവിത്ത് വിളയുന്നതും 2-ാം ആണ്ടിൽ താനേ കിളുത്ത് വിളയുന്നതും തിന്നും. 3-ാം ആണ്ടിൽ നിങ്ങൾ വിതച്ചു കൊയ്യുകയും മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അവയുടെ പഴം തിന്നുകയും ചെയ്യും. അപ്പൊ ഇത് വായിച്ചപ്പോ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ ഈ വചനം എന്റെ ഉള്ളത്തിൽ കിടന്ന് ക്രിയ ചെയ്യാതെ തന്നെ എന്തോ ഞാൻ വായിച്ചേ, ഇത് നിനക്ക് അടയാളമാകും, ഈ ആണ്ടിൽ താനേ കിളുത്ത് വിളയുന്നതിന് ഈ ആണ്ടിൽ അങ്ങനെ 3 വർഷത്തെ കാര്യം. അപ്പൊ എന്റെ മനസ്സിൽ അങ്ങ് വിശ്വാസത്തിൽ ഞാൻ മരിക്കത്തില്ല 3 വർഷത്തെ വാഴ്ത്തത്തെ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ജീവനോടെ ഇരിക്കും, ദൈവത്തിന്റെ പ്രവൃത്തികൾ വന്നിട്ട് അതൊരു ഭയങ്കര വിശ്വാസമായ വചനം കേട്ടോ. അപ്പം ഈ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴൊക്കെ ഈ വചനമാണ്. സർജറി ചെയ്തിട്ട് പിന്നെ കിടക്കുമ്പോഴൊക്കെ ഈ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ വാക്യം ഉണ്ടല്ലോ,
പിന്നെ അവങ്കലുള്ള വിശ്വാസത്താൽ നിങ്ങളെ കാണുന്ന രോഗശാന്തി ഇവന് വരുവാൻ ഹേതുവായി തീർന്നു. ആ വാക്യവും എന്നോട് ഇടപെടണം. അപ്പം ഈ വാക്യം ആദ്യത്തെ സർജറി കഴിഞ്ഞ നാളുകളിൽ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഉരുവിടാൻ തുടങ്ങി. ഞാൻ അബോധ മനസ്സിലെല്ലാം ഈ വാക്യം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് വിശ്വാസം വർദ്ധിക്കണം. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എന്റെ കർത്താവേ എനിക്ക് വിശ്വാസം വർദ്ധിച്ചതാണ്. ദൈവവേദന ഒരു ശിശു എന്നപോലെ കൈക്കൊള്ളണമെന്നില്ല ദൈവത്തിന്റെ വരം. അപ്പം നമ്മൾ അതിന് ചോദ്യം ചെയ്യാതെ നമ്മള് പിന്നെ അത് കൈക്കൊള്ളണം. അപ്പൊ ഞാൻ ആ വിശ്വാസം എനിക്ക് വർദ്ധിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ പിന്നെ ആദ്യത്തെ സർജറി കഴിഞ്ഞ് ICU കിടക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു വാസ. പിന്നെ 3 അഗ്നിഗോളങ്ങൾ, 3 അഗ്നിഗോളം ഇങ്ങനെ ഞാൻ കണ്ടു. ഞാൻ അഗ്നിഗോളം 1 മാറി, 2 മാറി, 3 അഗ്നിഗോളം. എനിക്ക് പക്ഷെ അതിന്റെ അർത്ഥമൊന്നും മനസ്സിലായില്ല. പക്ഷെ പാസ്റ്റർമാരോട് പറഞ്ഞിട്ടും അവർക്ക് അർത്ഥമൊന്നും മനസ്സിലായില്ല. പക്ഷെ എന്റെ അനുഭവത്തിൽ വെച്ച് 3 അഗ്നിശോധനയിൽ കൂടെ ഞാൻ കടന്നു പോയതിനെ കുറിച്ച് ദൈവം എന്നെ കാണിച്ചത്. അപ്പൊ ആദ്യത്തെ സർജറി കഴിഞ്ഞു, രണ്ടാമത്തെ സർജറി കഴിഞ്ഞതിന് കുടല് അപ്പൊ അമൃത വെച്ച് ഓപ്പറേഷൻ ചെയ്തിട്ട് അവര് പറഞ്ഞു ബയോപ്സിക്ക് അയച്ചു നോക്കാൻ, ആദ്യത്തേതിന്റെ സിംറ്റം വല്ലതും ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. ഏതായാലും അതൊന്നും ഇല്ലായിരുന്നു, ക്യാൻസറിന്റെ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ സർജറി കഴിഞ്ഞു. ഈ വചനം എനിക്ക് തന്നു. ഇങ്ങനെ ഞാൻ വചനത്താൽ ഞാൻ ബലപ്പെട്ടു. അപ്പൊ ബലം പ്രാപിച്ചു വന്നപ്പോഴത്തേക്ക് ഇളമ്പൽ സഭയില് പിന്നെ പുനലൂരുള്ള ഇളമ്പൽ സഭയിലേക്ക് ട്രാൻസ്ഫർ ആയി. അപ്പൊ അവിടെ ചെന്ന് രണ്ടാമത്തെ വർഷമായത് പിന്നെയും ഭയങ്കര വയറുവേദന, ബ്ലീഡിങ് തുടങ്ങി. അപ്പോഴത്തേക്കും എല്ലാവരും കൂടെ പറഞ്ഞു ഇങ്ങനെ ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, 2 സർജറി കഴിഞ്ഞതല്ലേ, അപ്പൊ നമുക്ക് വേറെ RCCയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് താൽക്കാലികമായിട്ട് പുല്ലൂരുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പൊയ്യാനി ഹോസ്പിറ്റലില്. അപ്പൊ പുല്ലൂരെ പൊയ്യാനി ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇങ്ങനെ ഹിസ്റ്ററി ഒക്കെ ഉള്ളതാണല്ലോ, ഞങ്ങൾ ഇവിടെ നോക്കുന്നില്ല, ഞങ്ങൾ ഒരു ലെറ്റർ തരാം, RCCയിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അപ്പം RCCയിലേക്ക് വിടുവാൻ ഇടയാക്കുന്നു. അവിടെ ചെന്ന് RCCയിൽ നിന്ന് രമേ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറെ കണ്ടു. ആ ഡോക്ടർ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കേട്ടു. അപ്പം സ്കാൻ ചെയ്തു. അവിടെ ഒത്തിരി ചെക്കപ്പുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സർജറി വേണമെന്ന് പറഞ്ഞു. അപ്പൊ 2007 ജനുവരി 17-ാം തീയതി മൂന്നാമത്തെ സർജറി കഴിഞ്ഞു. ഈ ഡോക്ടർ സർജറി കഴിഞ്ഞ് ഇറങ്ങി വന്ന് പാസ്റ്ററോട് പറഞ്ഞു മുഴുവൻ ക്യാൻസർ ബാധിച്ചിരിക്കുക, ഒരു ശകലം പോലും ഇടയിൽ ക്യാൻസർ ഇല്ലാത്ത സ്ഥലമില്ല. ഏതായാലും ബയോപ്സി റിസൾട്ട് വരട്ടെ, ബയോപ്സി റിസൾട്ട് വരുമ്പോൾ നമുക്ക് എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യാമെന്ന് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഓക്കെ ഡോക്ടർ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര വേദന എടുത്ത് കഴിയുമ്പോഴത്തേക്ക് സിസ്റ്റർമാരൊക്കെ ഒന്ന് വഴക്ക് പറയും, എന്താ എനിക്ക് മാത്രം ഇത്ര വേദന എന്ന് പറഞ്ഞ വഴക്കൊക്കെ പറയും. എന്തായാലും ഇളമ്പൽ സഭ എനിക്ക് വേണ്ടി വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാനും എന്റെ ബോധ മനസ്സിലും എല്ലാം ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഞാനൊരു ജീവിതം ചോദിച്ചില്ല, എനിക്ക് ജീവിതം തന്നിട്ട് എനിക്ക് ക്യാൻസറോടെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, എനിക്ക് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യാനും പറ്റത്തില്ല. എനിക്ക് ജീവിതം തരുവാണെങ്കിൽ എനിക്ക് സൗഖ്യം തരണം, ക്യാൻസർ എനിക്ക് പറ്റത്തില്ല, ഞാൻ ഈ ട്രീറ്റ്മെന്റ് എടുക്കത്തില്ല, എന്റെ കർത്താവെ എന്നെ വിടുവിച്ചേ പറ്റത്തുള്ളൂ, അങ്ങ് സർവശക്തിയുള്ള ദൈവമാണ്. ഇങ്ങനെ ഞാൻ ദൈവത്തോട് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സഭ എനിക്ക് വേണ്ടി ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ 5-ാമത്തെ ദിവസം അവിടുന്ന് നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.comൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ഡിസ്ചാർജ് ചെയ്തു. എന്നിട്ട് നിങ്ങൾ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് 15-ാമത്തെ ദിവസം വരൂ, വന്നിട്ട് ബയോപ്സി റിസൾട്ട് മേടിച്ചോണ്ട് വരൂ, അന്നേരം നമുക്ക് ട്രീറ്റ്മെന്റ് തീരുമാനിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഡിസ്ചാർജ് വാങ്ങി വീട്ടിൽ പോകണം. അപ്പൊ ഈ 15 ദിവസം സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാനും പ്രാർത്ഥിച്ചു, അറിഞ്ഞവരും കേട്ടവരും എല്ലാം പ്രാർത്ഥിച്ചു, എല്ലാം ഒത്തിരി പ്രാർത്ഥന ദിവസം ചെന്നിട്ടുണ്ട്. ഏതായാലും 15-ാമത്തെ ദിവസം ഞങ്ങള് ചെക്കപ്പിന് പോയി. പിന്നെ അപ്പൊ ഞാൻ കാറിലിരുന്നു, പാസ്റ്റിൽ നിന്ന് പിന്നെ ഇതിന്റെ റിസൾട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നു, ബയോപ്സിയുടെ റിസൾട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡോക്ടറെ ചെന്ന് കണ്ട് ഡോക്ടർ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. ഈ റിസൾട്ട് വായിച്ചു നോക്കിയിട്ട് ഡോക്ടർ ഒന്ന് ചിരിച്ചിട്ട് ഇങ്ങനെ മുഖത്ത് നോക്കിട്ട് പറഞ്ഞു, ജെമിനിക്ക് ക്യാൻസർ ഒന്നും ഇല്ല കേട്ടോ, ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട. അന്നേരം ഉണ്ടായ സന്തോഷം, രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് ദൈവത്തെ സ്തുതിച്ചു. ഉടനെ സഭയിലും വിളിച്ചു പറഞ്ഞു, എല്ലാവർക്കും വളരെ സന്തോഷമായി. അങ്ങനെ ആ ഘട്ടം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ചിറ്റാറിലേക്ക് വന്നു. ചിറ്റാർ എന്ന സ്ഥലത്തും മീൻകുഴി സഭയില്
ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നു. അവിടെ 2 വർഷം വലിയ കുഴപ്പമൊന്നുമില്ല. 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ട് ഭയങ്കര അസ്വസ്ഥത. ബ്ലഡ് എന്ന് പറയുന്നത് ബ്ലഡ് ഇല്ല, തീരെ ബ്ലഡ് ഇല്ല. അപ്പൊ എനിക്ക് ആഹാരവും വേണ്ട രീതിയിൽ കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം മുത്തൂറ്റ് ഹോസ്പിറ്റലിലെ തന്നെ പോയി കാണിച്ചു. അപ്പൊ അവിടെ ചെന്നപ്പോ പിന്നെ വെറും 6 പോയിന്റ് കണ്ട് ബ്ലഡേ ഉള്ളൂ. അപ്പൊ അത് പിന്നെ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പൊ അബു ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടറായി, പിന്നെ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിൽ അബു ഡോക്ടർ. അപ്പൊ ആ ഡോക്ടറെ കണ്ടിട്ട് പറഞ്ഞു, പിന്നെ ഡോക്ടർ പറഞ്ഞു ബ്ലഡ് മജ്ജയൊക്കെ ഡെഡായതാ. അപ്പം പിന്നെ ജീവിതകാലം മുഴുവൻ ബ്ലഡ് കയറ്റി ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയാനിടയായി. അപ്പൊ അങ്ങനെ ആ പ്രാവശ്യം ചെന്ന് 3 ബോട്ടിൽ ബ്ലഡ് കയറ്റി. ഇപ്പം 3 ബോട്ടിൽ ബ്ലഡ് കയറ്റി അല്ലെ 1 പോയിന്റ് കൂടത്തുള്ളൂ എനിക്ക്. അത്രയ്ക്ക് ബ്ലഡ് തീരെ കുറവാണ്. അപ്പൊ 3 ബോട്ടിൽ ബ്ലഡ് ഒരു പ്രാവശ്യം ചെയ്തു. അങ്ങനെ 3 ദിവസങ്ങൾ, ഓരോ ദിവസം ഓരോ ബോട്ടിലെ കയറ്റുന്നു. അങ്ങനെ 3 ദിവസം അഡ്മിറ്റ് ആയിട്ട് 1 വർഷം ബ്ലഡ് കയറ്റി ജീവിച്ചു. അപ്പൊ ഈ ഡോക്ടർ എന്നെ ഭയങ്കര തമാശക്കാരനൊക്കെ. അപ്പൊ എന്നോട് തമാശയൊക്കെ പറഞ്ഞു, കണ്ടില്ലേ പെന്തക്കോസ്തായിരിക്കും ബ്ലഡ് കയറ്റിയാ ജീവിക്കുന്നത്, എന്നിട്ട് ഇങ്ങനെയാണെങ്കിൽ പറയും. അപ്പൊ ഞാൻ ഡോക്ടറോട് പറയാം, ഡോക്ടർ കണ്ടോ എനിക്ക് ബ്ലഡ് ഒക്കെ ദൈവം തരും ഇങ്ങനെ പറയും. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തമാശ പോലെ ചിരിക്കുകയൊക്കെ ചെയ്യും. ഡോക്ടർ എന്നെ കളിയാക്കും. അപ്പം ഈ 9ാമത്തെ പ്രാവശ്യമാണ് ബ്ലഡ് കയറ്റിയപ്പോഴത്തേക്ക് 3 ബോട്ടിൽ കയറ്റിയാൽ ഒരു പോയിന്റ് കൂടത്തുള്ളൂ. അപ്പൊ 9ാമത്തെ പ്രാവശ്യം ബ്ലഡ് കയറ്റിയപ്പോഴുണ്ടല്ലോ 1 ബോട്ടിൽ കയറ്റിയപ്പോ 1 പോയിന്റും കൂടി. അപ്പൊ ഈ ഡോക്ടർ പറഞ്ഞു, ആഹാ താൻ പറഞ്ഞ പോലെ തന്നെ ശരിയായല്ലോ. ഇപ്പൊ ഇത് 3 ബോട്ടിൽ കയറ്റുമ്പോ ഒരു പോയിന്റേ വർദ്ധിക്കത്തുള്ളൂ. ഇപ്പം 1 ബോട്ടിൽ കയറ്റിയപ്പോ 1 പോയിന്റ് വർദ്ധിച്ചല്ലോ, മാറ്റം ഉണ്ട് കേട്ടോ, മാറ്റം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി. അപ്പൊ ഏതായാലും പക്ഷെ ഞാൻ സ്വപ്നം കണ്ടു, ഇങ്ങനെ ഒരു ശബ്ദം കേട്ടു. എന്റെ കുരിശുമല കയറ്റം അവസാനിച്ചിരിക്കുന്ന ഇങ്ങനെ ഒരു ശബ്ദം കേട്ടു. എന്തായാലും അർത്ഥമൊന്നും എനിക്ക് അറിയത്തില്ല എന്തായാലും. ഏതായാലും ആ പ്രാവശ്യം ബ്ലഡ് കയറ്റിട്ട് പിന്നെ ഇന്ന് വരെ ബ്ലഡ് കയറ്റാനായിട്ട് ഇടയായില്ല. ഞാൻ വിശ്വാസത്താൽ എന്റെ ദൈവം എനിക്ക് വേണ്ടി കാൽവരിയിൽ രക്തം തന്നെ വീണ്ടെടുത്തില്ല, ഇനി ഞാൻ ബ്ലഡ് കയറ്റത്തില്ല എന്നിങ്ങനെ ഞാൻ തീരുമാനിച്ചു. പിന്നെ ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് നോക്കണമെങ്കിലുണ്ട്. എന്റെ ഈ വെയിനില്ല, കീമോ എടുത്തോണ്ടാണ് ചുരുങ്ങിപ്പോയി. പിന്നെ ഒരു ശകലം ബ്ലഡ് കിട്ടണമെങ്കിൽ 10-15 ഊട്ട് കിട്ടും. എനിക്കത് ഭയങ്കര അസ്വസ്ഥതയാണ്. പിന്നെ ഈ കുത്തും പിന്നെ എൻഡോസ്കോപ്പിയും ഒക്കെ പേടിച്ചിട്ട് പിന്നെ അത് തന്നെയല്ല, നമ്മൾ ഒന്നും കഴിക്കാതൊക്കെ പോകണം, പിന്നെ എൻഡോസ്കോപ്പി ചെയ്യണം. ഇതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ രക്തസ്രാവക്കാരി പറയുന്നല്ലോ, വൈദ്യന്മാരാണ് ഏറി ഒന്ന് സഹിച്ചു. പിന്നെ എനിക്ക് അസുഖം ബന്ധത്തിൽ അങ്ങനെ എനിക്ക് ഭാര്യാപര സഭയിലോട്ട് ആലപ്പുഴ സഭയിൽ ഇടയ്ക്ക് പോയി 3 വർഷം ഇരുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. ആലപ്പുഴ സഭയിരുന്ന് 3 വർഷം വലിയ ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലാതെ ഇടയ്ക്കിടയ്ക്ക് പോയി പിന്നെ ഇഞ്ചക്ഷനൊക്കെ എടുക്കും. പിന്നെ വെയിനൊക്കെ ബലം കൂടാനുള്ള ഇഞ്ചക്ഷനൊക്കെ എടുക്കാറുണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ലാതെ 3 വർഷം പോയി. അത് കഴിഞ്ഞ് ഭാര്യാപര സഭയിലോട്ട് വന്നപ്പോഴത്തേക്ക് കാല് രണ്ടും ഭയങ്കര നീരും അസ്വസ്ഥതയൊക്കെ. പിന്നെയും ഡോക്ടറെ കാണാൻ പോയി. അപ്പം ഇലന്തൂര് ഒരു ഹോസ്പിറ്റലുണ്ട്. അപ്പൊ ആ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ ഈ പിന്നെ കാഷ്വാലിറ്റി കയറിയ കാണാറുണ്ട്. അപ്പൊ എല്ലാ പ്രാവശ്യം ചെല്ലുമ്പോൾ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ വളരെ സ്മൂത്ത് ആയിട്ടൊക്കെ നമ്മളോട് ഇടപെടുകയും പിന്നെ അപ്പൊ ആ ഇഞ്ചക്ഷനൊക്കെ റോബയോൺ എന്നുള്ള ഒരു ഇഞ്ചക്ഷനും വേറെ 2 ഇഞ്ചക്ഷനൊക്കെ ആ ഡോക്ടർ നിർദ്ദേശിക്കാറുണ്ട്. അപ്പൊ അവിടെ നമ്മള് ഒരു ദിവസം കിടന്നിട്ട് വേണം ഈ ഇഞ്ചക്ഷനൊക്കെ വെക്കാൻ. അങ്ങനെ 5-6 പ്രാവശ്യമൊക്കെ ചെയ്തു. ഒരു പ്രാവശ്യം ചെന്നപ്പോഴല്ലോ ആ ഡോക്ടർ കാഷ്വാലിറ്റി വേറൊരു ഡോക്ടർ. ഈ ഡോക്ടർ റിപ്പോർട്ടൊക്കെ വായിച്ചു നോക്കിയിട്ട് അങ്ങ് എന്റെ നേരെ ചാടി, നിങ്ങൾ എന്ത് വിചാരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്ന, ഈ കാര്യമുണ്ടല്ലോ പോലീസ് അറിഞ്ഞു ഞങ്ങൾക്കൂടെ ഇത് പിന്നെ കേസ് എടുത്ത് ഞങ്ങളുടെ പേരില്, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പോയി പിന്നെ മുത്തൂറ്റ് തന്നെ പോയി പിന്നെ അവിടെ അഡ്മിറ്റ് ആയി നിങ്ങളുടെ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കും, ബ്ലഡ് കയറ്റണം, അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞു ഡോക്ടർ ഒരുപാട് വഴക്ക് പറഞ്ഞു. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ മുത്തൂറ്റോട്ട് നമുക്ക് കൊണ്ടുപോയി. മുത്തൂറ്റ് കൊണ്ട് എനിക്ക് ഈ ഹോസ്പിറ്റലിൽ കാണുമ്പോഴത്തേക്കും ഭയങ്കര അസ്വസ്ഥതയാണ്. ആദ്യത്തെ ഈ ട്രീറ്റ്മെന്റും ഓപ്പറേഷനൊക്കെ കഴിഞ്ഞത് ആ ഹോസ്പിറ്റലാണ്. എനിക്ക് അതിന്റെ പടി എത്തുമ്പോഴേ ഭയങ്കര പേടിയാണ്. ഒരു പ്രകാരത്തിൽ അവിടെ ചെന്ന് ഡോക്ടറെ ഒന്ന് കാണാനായിട്ട് കയറി. ഈ അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്റെ അസ്വസ്ഥത എന്റെ പാസ്റ്ററെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. ആ ഡോക്ടർ വന്ന് നോക്കി ഇന്ന് അഡ്മിറ്റ് ആക്കാം, നാളെ ട്രീറ്റ്മെന്റ് തുടങ്ങാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഡോക്ടറെ പറ്റത്തില്ല, വീട്ടിൽ പോകണം, കൊച്ചു പിള്ളേരെ അവിടെ ഉണ്ട്. അപ്പൊ എന്റെ 2ാമത്തെ മോളും പിള്ളേരും വീട്ടിലുണ്ടായിരുന്നു, കുഞ്ഞു പിള്ളേരാ.
അപ്പൊ അവര് വീട്ടിലുണ്ട്. ഇന്ന് പോയിട്ട് നാളെ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു ഒരു പ്രകാരത്തിൽ എന്റെ പാർശ്വ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ പേടിച്ച് ദൈവത്തോട് കരഞ്ഞു നിലവിളിച്ച്, എന്റെ കർത്താവേ, ഞാനൊരു ജീവിതം അങ്ങോട്ട് ചോദിച്ചില്ല, എനിക്ക് ജീവിതം തന്നിട്ട് എനിക്ക് ഇനി കഷ്ടപ്പെടാൻ പറ്റത്തില്ല എന്ന് ഏലിയാ പ്രാർത്ഥിച്ച പോലെ മതിയോ പോവുക, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമെന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്റെ പാർശ്വ ഇന്ന് വരെ ഒരു തുള്ളി ബ്ലഡ് കയറ്റാൻ സമ്മതിച്ചിട്ടില്ല ദൈവം. ഇന്ന് വരെ എന്നെ അതിശയമായിട്ട് നടത്തുന്നു. അത് കഴിഞ്ഞിപ്പോ 4 വർഷമായി. ഇതുവരെയും ദൈവം എന്നെ നടത്തി, അത്ഭുതകരമായിട്ട് നടത്തി. അപ്പം ഞങ്ങൾക്കൊരു വീടില്ലായിരുന്നു, വീടിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ആലപ്പുഴയിലായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു പിന്നെ ഈ പുതുവത്സരത്തിലെ ന്യൂ ഇയറിലെ പിന്നെ വാക്യം കിട്ടുമല്ലോ ന്യൂ ഇയറില്. അപ്പം പ്രോമിസ് വേർഡ്, ആ പ്രോമിസ് വേർഡ് 2018 പ്രോമിസ് വേർഡ് കിട്ടിയത്, നീ ദൈവം നിന്റെ നിന്ന് നീക്കി കളഞ്ഞിരിക്കുന്നു എന്നുള്ള ആ വാക്യമാണ് കിട്ടിയത്. അപ്പൊ ഞാനത് വിശ്വസിച്ചു. അത് ഞാനത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. എനിക്കൊരു വീടില്ലാത്ത നിന്നെ ഏറ്റവും വലുതായിട്ടുള്ളത്. എനിക്ക് വീട് വേണം കർത്താവേ, അങ്ങ് വീട് ഇല്ലാത്തതിനേ ഉള്ളൂ, എനിക്ക് പോലെ വിളിച്ചു വരുത്താൻ ശക്തിയുള്ള ദൈവമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ വാക്യം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ 2018 നവംബർ മാസമായപ്പം ഒരാൾ പറഞ്ഞു, ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം നോക്ക്, ഒരു 5 സെന്റ് സ്ഥലം നോക്ക്, എന്നിട്ട് എഴുതാനുള്ള പരിപാടി ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ദൈവം തരും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അല്ല, പോയി നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ കോട്ടയത്ത് വാഴൂര് പോയി സ്ഥലം നോക്കി. അപ്പൊ 6 സെന്റ് സ്ഥലം 7 ലക്ഷം രൂപയ്ക്ക് അവിടെ എഴുതി ആ മാസം എഴുതാനിടയായി തുടങ്ങി. അപ്പം അവിടെ വീട് വെക്കാനൊക്കെ പ്ലാൻ ഇട്ടു. അപ്പം കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഹൗസിംഗ് കോളനി പോലെ ഒരു ഏരിയയാണ്. അപ്പൊ ചുറ്റുപാടും എല്ലാം മറ്റുള്ളവരുടെ സ്ഥലം വാങ്ങിച്ച്, എന്തൊക്കെയായിരുന്നു ആ ഏരിയയിലുള്ള മറ്റുള്ളവരൊക്കെ. അപ്പൊ മറ്റുള്ളവരൊക്കെ സ്ഥലം വാങ്ങിച്ച് വീട് പണിതു. അപ്പൊ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് ആ സ്ഥലം കൊടുക്കാം, കൊടുത്തിട്ട് ഇതൊക്കെ സ്ഥലത്തെയുള്ള ഏരിയയിൽ പോയി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ആ സ്ഥലം കൊടുത്തപ്പോഴത്തേക്കും 10 ലക്ഷം രൂപ ദൈവം തന്നു. അപ്പൊ ആ പൈസ കയ്യിലുണ്ട്. അപ്പൊ ഭാര്യവൃത്തിരിക്കുക. അപ്പൊ ഭാര്യവർക്ക് ഇച്ചിരി കയറ്റപ്പുറല്ല ആ സ്ഥലം നമുക്ക് വളരെ വില കുറച്ച് കിട്ടാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പൊ അവിടെ 12 സെന്റ് സ്ഥലം വാങ്ങിക്കാനിടയായിട്ടുണ്ട്. അവിടെ സ്ഥലം വാങ്ങിച്ച് വിശ്വാസത്താൽ കണ്ടിട്ട് വിശ്വാസത്താൽ വീട് വന്നത്. കഴിഞ്ഞ ഇപ്പം മെയ് മാർച്ച് മാസം 21-ാം തീയതി അവിടെ കയറി പാർക്കുവാൻ ദൈവം സഹായിച്ചു. അപ്പം ആലപ്പുഴ ഇരിക്കുമ്പോൾ തന്നെ ദൈവം എന്നോട് സംസാരിച്ചു, മാർച്ച് പെയിന്റിങ്. അത് 2018 തൊട്ട് ഞാൻ ഇങ്ങനെ കാത്തിരിക്കുക. മാർച്ച് 2019 മാർച്ച് ആയിരിക്കും, 20 മാർച്ച് ആയിരിക്കും, ഇങ്ങനെ ഞാൻ കാത്തിരുന്നു. അപ്പം പിന്നെ ഏതായാലും 2018 ദൈവം സംസാരിക്കുന്നത്. ദൈവം നിന്ന് നീക്കി കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് 2018 പ്രോമിസ് വേർഡ് വന്നു. അപ്പൊ 2018 നവംബർ മാസം ആയപ്പോഴത്തേക്കും പിന്നെ സ്ഥലം വാങ്ങിക്കുവാനുള്ള സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി. അവിടെ വാഴൂര് സ്ഥലം വാങ്ങിച്ചു. പിന്നെ അത് വിൽക്കാനിടയായി. അപ്പോൾ 10 ലക്ഷം രൂപ ദൈവം നമുക്ക് ആ സ്ഥലത്ത് തന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വാര്യപുരത്താണ് പിന്നെ ശുശ്രൂഷയിലായിരിക്കുന്നത്. അപ്പൊ വാര്യപുരത്ത് തന്നെ ഒരു സ്ഥലം കാണുവാനിടയായി തീർന്നു. അപ്പൊ അത് 12 സെന്റ് സ്ഥലം 12 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാനിടയായി തീർന്നു. വിശ്വാസത്താൽ അവിടെ കല്ലിട്ട് പണി തുടങ്ങി. 2026 മാർച്ച് മാസം 21-ാം തീയതി എന്റെ ഡെഡിക്കേഷൻ നടത്തുവാൻ ദൈവം സഹായിച്ചു. ഞങ്ങളുടെ മോന്റെ വിവാഹം നടത്താനായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതും 2025 ഡിസംബർ 17-ാം തീയതി വിവാഹവും നടത്താൻ ദൈവം ഇടയാക്കുന്നു. അപ്പൊ എന്റെ പ്രാർത്ഥനയൊക്കെ ദൈവം മറുപടി തന്നു. എത്രത്തോളം ദൈവം ഞങ്ങളെ ശുശ്രൂഷയിലും നിലനിർത്തി ഇതുവരെ ദൈവം ഞങ്ങളെ കൊണ്ടുവന്ന് അതിശയമായിട്ട് നടത്തി. അപ്പൊ അങ്ങനെ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്കൊരു ദൂത് പറയാനുണ്ട്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തം ഒന്നും നിഷ്ഫലമാകത്തില്ല. നമ്മൾ നിഷ്കളങ്കതയോട് വിശ്വസിച്ച് അതിനുവേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ ഒരിക്കലും ലജ്ജിപ്പിക്കത്തില്ല. പക്ഷെ നമ്മൾ വിശ്വസതയോടെ കർത്താവിനെ സേവിക്കണം. നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റോ മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. പക്ഷെ നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നമ്മൾ വിശ്വസ്തരായിരിക്കുന്നെങ്കിൽ ദൈവം നമ്മളെ ഒരു നാളും കൈവിടത്തില്ല. എന്ത് പ്രതിസന്ധിയാണെങ്കിലും ദൈവം അതിൽ നിന്ന് വിടുവിക്കും. മരണകരമായ അസുഖത്തിൽ നിന്ന് വിടുവിക്കും, ഞെരുക്കത്തിൽ നിന്ന് വിടുവിക്കും, വീടില്ലാത്തവർക്ക് വീടൊക്കെ തരും. പിന്നെ
എല്ലാവർക്കും ചിലപ്പം ഇതൊന്നും കിട്ടിയില്ലെന്ന് വരാം, പക്ഷെ അവർക്ക് ശ്രേഷ്ഠമായതാണ് ഉയരത്തെ ദൈവം ഒരുക്കിയിരിക്കുന്നത്. ദൈവം നമ്മളെ ഒരുപാടും അനാഥരായി വിടുകയില്ല. ഇപ്പൊ ഞങ്ങള് ഈ 2026 ഏപ്രിൽ മാസത്തില് പിന്നെ ഭരണിക്കാവ് സഭയിലായിരുന്നു അതുവരെ. ഏപ്രിൽ മാസത്തിൽ ഇങ്ങോട്ട് ഈ പഴവങ്ങാടി സഭയിലേക്ക് ട്രാൻസ്ഫർ കിട്ടി വരുവാനിടയായി തന്നെ ഇപ്പോൾ ഞങ്ങളിവിടെ ശുശ്രൂഷയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവം നടത്താനും ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരാനും വേണ്ടി ദൈവമക്കളുടെ എല്ലാം പ്രാർത്ഥനയെ ചോദിക്കുന്നത്. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന ഒരു കാര്യം, പിന്നെ നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ നോക്കി പാർത്തിരിക്കുകയും നമ്മുടെ കർത്താവിന്റെ വരെ എപ്പോഴാണെന്ന് അറിയത്തില്ല, കള്ളനെ പോലെ വരുമെന്നാണ് വാസ്തവന്മാരൊക്കെ പഠിപ്പിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. 99% നമ്മൾ പിന്നെ വചനം പഠിച്ചാൽ അതിനുള്ള സമയങ്ങളും കാലങ്ങളും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വലിയ ആത്മാവിനാലോ ലേഖനത്താലോ, ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധമിട്ട് വേഗത്തിൽ ഇടങ്ങുകയും ഞെട്ടിപ്പോവുകയും വരുക. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായും വെളിപ്പെടുകയും വേണം. അവൻ ദൈവാലയത്തിൽ ഇരുന്നുകൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവമെന്നോ പൂജാ വിഷയമോ എന്ന പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. അപ്പം ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം കർത്താവ് വരണമെങ്കിൽ. വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയായും വെളിപ്പെടുകയും വേണം. അപ്പൊ നമ്മൾ എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്നത് പിന്നെ നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായും വെളിപ്പെടുമ്പോഴത്തേക്ക് സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും എന്നാണ്. അപ്പൊ 7 വർഷം സഭ മാറ്റപ്പെട്ട് കഴിഞ്ഞാണ് അഹോബലിടം തുടങ്ങുന്നതെന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ വചനത്തിൽ അങ്ങനെയല്ലല്ലോ. പിന്നെ ആഴ്ചവട്ടത്തിന്റെ മധ്യയാണ്. അർദ്ധരാത്രിയിലെ മണവാളം വരുന്നത് ആർപ്പുവിളി കേൾക്കുക. അപ്പൊ ഏത് അർദ്ധരാത്രിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ദിവസത്തിന്റെ അർദ്ധരാത്രി അല്ല അത്. 7 ഇയർ ആണ് രാത്രിയുടെ മിഡ് പോയിന്റ് ആണ്. അർദ്ധരാത്രിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അർദ്ധരാത്രി ഇപ്പം 7 ഇയർ തുടങ്ങിക്കഴിഞ്ഞു മാസ്റ്ററെ. എന്താ നമ്മൾ ഈ ലോകത്തിൽ നോക്കുമ്പോൾ പണ്ടത്തെ പോലെയാണ്? അല്ലല്ലോ. കൊടുങ്ങിയ മരണം സംഭവിക്കുന്നു, കാലാവസ്ഥ മാറുന്നു, ലോകത്തിന്റെ ഗവൺമെന്റിന്റെ അവസ്ഥകൾ മാറുന്നു, പിന്നെ യുദ്ധശ്രുതികള് ഇതൊക്കെ കേൾക്കുന്നു. അപ്പൊ 7 ഇയർ തുടങ്ങിക്കഴിഞ്ഞു. ഇനി കർത്താവിന്റെ വരവ് മാത്രമേ സംഭവിക്കാനുള്ളൂ. അപ്പൊ വരവിന് മുമ്പ് ദാനിയേൽ പ്രവചനം എടുത്ത് വായിച്ചു നോക്കുകയാണെങ്കിൽ ചില സംഭവങ്ങളൊക്കെ നടക്കണം കർത്താവിന്റെ വരവിന്റെ ചില ദിവസങ്ങൾക്ക് മുമ്പ്. പിന്നെ ഈ 45 ദിവസത്തിന് മുമ്പേ, കർത്താവിന്റെ വരവിന് 45 ദിവസത്തിന് മുമ്പെയാണ് ദാനിയേൽ പ്രവചനം വെച്ച് നോക്കിയാൽ യേശുക്രിസ്തു ലോകത്തിലേക്ക് വെളിപ്പെടുന്നത്. 30 ദിവസം സഭയെ ചേർക്കുന്നതിന് 30 ദിവസം മുമ്പേ അവൻ ദൈവാലയത്തിൽ കയറിയിരുന്ന് ഞാൻ ദൈവം എന്ന് പറയും. എനിക്ക് യാഗം കഴിച്ചോളാൻ പറയും. അപ്പോഴാണ് യഹൂദന് പിന്നെ വെളിപ്പാടുണ്ടാകുന്ന യഹൂദനെ മനസ്സിലാകുന്നത്, ഇവൻ നാശയോഗ്യനായിരുന്നു, ഇവൻ വഞ്ചകനായിരുന്നു, ഇവന് മിശിഹ അല്ല എന്ന് അവർക്ക് വെളിപ്പെട്ട് കിട്ടുകയും അവര് പിന്നെ അന്ന് അവര് ഓടിപ്പോവുകയും ചെയ്യും. ആമോൻ, മോവാബ്, ഏദോം എന്ന 3 മലകളിലേക്ക് അവർ ഓടിപ്പോവുകയും ചെയ്യുന്നത് അന്നാണ്. അപ്പൊ റാപ്ചറിന് 30 ദിവസം മുമ്പ് ഇവൻ ആലയത്തിൽ കയറിയിരിക്കുകയും പിന്നെ യഹൂദന്മാര് മുദ്രയേറ്റ് ഓടിപ്പോയി അവർ രക്ഷപ്പെടുകയും ചെയ്യും. അപ്പോൾ സഭയ്ക്ക് ചെറിയൊരു പേരിനുണ്ട് ആ 30 ദിവസത്തെ കാലയളവില്. അപ്പൊ ആ ഒരു കഷ്ടം നമ്മൾ സഹിക്കണം. അപ്പൊ നമുക്ക് കഷ്ടമില്ല എന്ന് പറയുന്നു. അപ്പൊ രക്തസാക്ഷികളായിട്ട് ഭരിച്ച പിന്നെ അപ്പോസ്തലന്മാരൊക്കെയോ, അപ്പോസ്തലന്മാർ ആര് സ്വാഭാവിക മരണം കഴിച്ചത് ആരാ? പിന്നെ യോഹന്നാൻ മാത്രമല്ലേ ഉള്ളൂ വാസ്തവം. മറ്റുള്ളവരെല്ലാം രക്തസാക്ഷികളാകുമല്ലോ. അതുപോലെ പിന്നെ ലോകം നമുക്ക് യോഗ്യമല്ലല്ലോ. ഈ ലോകത്തിന് കഷ്ടമുണ്ടെന്നല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു ചെറുതായിട്ടൊരു കഷ്ടതയുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന്റെ കയ്യില് ദൈവം സഭയെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അത് തീർച്ചയാണ്. പക്ഷെ അവൻ നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെട്ട് നമ്മൾ കാണും. ആ ഒരു 30 ദിവസത്തിൽ ഒരു പീരീഡ് നമുക്കുണ്ട്. അവന്റെ കൈ കിട്ടുന്നവരെ എല്ലാം കൊല്ലും. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ഈ ദിവസങ്ങൾ സഭയെ പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും വേണം. ഇത്രത്തോളം എന്റെ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്ന അരുമ പ്രേക്ഷകർക്ക്
എന്റെ നന്ദി അറിയിക്കുന്നു. ദാനിയേൽ പാസ്റ്ററുടെ കുടുംബത്തിന് ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി അറിയിക്കുന്നു. ഞാൻ ഏകദേശം 1 വർഷത്തോളമായി അരോമ TV ഞാൻ വെറുതെ യൂട്യൂബിൽ ഇങ്ങനെ വച്ച് വെച്ചപ്പോൾ അരോമ TVയെ കുറിച്ച് കാണുവാനും പിന്നെ യൂട്യൂബിൽ കയറി അരോമ TVയിലെ സാക്ഷ്യങ്ങളെ കാണുകയും നേർക്കത് ഷെയർ ചെയ്യുകയും ചെയ്യുമായിരുന്നു. അതുപോലെ തിങ്കളാഴ്ച തോറുമുള്ളതായ ആ പ്രാർത്ഥന എനിക്ക് വളരെ അനുഗ്രഹം കൂടുതലുമായിരുന്നു. ഞാൻ അതിൽ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞ് ഇപ്പോഴാണ് വൈഫൈ കഴിഞ്ഞ ആഴ്ചയിലാണ് ഇവിടെ വൈഫൈ ഒക്കെ കണക്ട് ആയത്, നെറ്റ് ഒക്കെ കണക്ട് ആയത്. അതുകൊണ്ട് കുറച്ച് ദിവസം കയറാൻ പറ്റില്ല. വീട്ടിലും ഇല്ല വൈഫൈ, കയറാൻ പറ്റില്ല. അത് എനിക്ക് ഒത്തിരി കുറവാണ്. ഞാൻ ഇന്നൊരിടത്ത് ഇത് പറഞ്ഞ് പരിചയപ്പെടുത്താറുണ്ട്. ഇത് പാസ്റ്റർ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രവർത്തനങ്ങൾ അനേകർക്ക് അനുഗ്രഹമാണ്, വിടുതലാണ്. അനേക ദൈവരാജ്യം കടക്കുന്നതിന് ഒരു മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളമായി പാസ്റ്റർ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച തോറുമുള്ള പ്രാർത്ഥനയും ദൈവം അനുഗ്രഹിക്കട്ടെ. അനേക കാര്യങ്ങളിൽ സുന്നിൽ കയറുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ചെറിയ സാക്ഷ്യത്തിന് ഇരിക്കുന്നു. എന്റെ സാക്ഷ്യം കേട്ട പ്രേക്ഷകരോട് വളരെ നന്ദിയുള്ളവളായിരിക്കുന്നു. എന്റെ ഈ ചെറിയ സാക്ഷ്യം കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ പ്രയോജനം വരുന്നെങ്കിൽ വരട്ടെ. പിന്നെയും അനേകരുടെ മുന്നിൽ സാക്ഷിയായി നിൽക്കുവാനാണ് എന്റെ ആഗ്രഹം. ദൈവം എന്നെക്കുറിച്ച് അങ്ങനെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള അവസരങ്ങളെ ദൈവം ഒരുക്കി തരുമാറാകട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ദാനിയേൽ പാസ്റ്റർക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ കൊടുക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഞാനൊരു ചുരുക്കമായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, നല്ല സന്ധ്യാവേളയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, മീറ്റിംഗില് ഹല്ലേലൂയ ചെയ്യുവാനും സാക്ഷ്യം പറയുവാനും കർത്താവേ അവിടുന്ന് എനിക്ക് വലിയേറിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, ഈ അരോമ TVയുടെ ഡയറക്ടർ പാസ്റ്ററേയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. എന്റെ പ്രേക്ഷകരെ എല്ലാം ദൈവം അനുഗ്രഹിക്കുമാറാകണമേ കർത്താവേ, ഹല്ലേലൂയ. അനേകര് കർത്താവേ സൂമിൽ കടന്നു വന്ന് കർത്താവേ ഹല്ലേലൂയ കർത്താവിന്റെ സാക്ഷികളാകുവാനും അത് അനേകർക്ക് പ്രയോജനമായി തീരുവാനും കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്റെ സാക്ഷ്യം കേൾക്കുന്ന പ്രേക്ഷകർ എല്ലാം ദൈവം അനുഗ്രഹിക്കുമാറാകണമേ കർത്താവേ. ഞങ്ങളോട് അധ്വാനിച്ച കൃതാമെന്ന് വരാതെ കർത്താവേ, ഹല്ലേലൂയ. ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അരുമനാഥന്റെ വാഗ്ദത്തത്തെ ഓർത്ത് കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്ന കർത്താവ്. ഇത്രത്തോളം കർത്താവ് നിങ്ങളെ കൊണ്ടുവന്നുവല്ലോ. ദൈവനാമത്തിന് മഹത്വം ഹല്ലേലൂയ അർപ്പിക്കുന്ന കർത്താവേ. തുടർന്ന് കർത്താവ് ഈ ലോകത്തിൽ ജീവിക്കാൻ ആവശ്യമായ ദൈവകൃപ തരണമേ. പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാൻ ദൈവം കൃപ തരണമേ കർത്താവേ. അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങളെ എല്ലാവരെയും ഓടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ഈ പാസ്റ്ററേയും കുടുംബത്തെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അരോമ TVയും അതിന്റെ പ്രവർത്തനങ്ങളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല പ്രേക്ഷകരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സമസ്തം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. ദൈവം ഉണ്ടായി കേൾക്കണേ സ്വർഗ്ഗീയ നല്ല പിതാവേ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ ജമിനി ചെറിയാൻ. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അത്ഭുത രോഗസൗഖ്യത്തിന്റെ, അത്ഭുത വിടുതലിൻ സാക്ഷ്യം ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുവാൻ കർത്താവ് അവസരമൊരുക്കി. ഒരുപക്ഷെങ്കിൽ കർത്താവ് ഈ രോഗത്തിൽ നിന്ന് വിടുതൽ തന്നില്ലായിരുന്നു എങ്കിൽ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ കഴിയുമായിരുന്നില്ല. ഒരുപാട് ചികിത്സകളും ഒരുപാട് മറ്റ് ക്രമീകരണങ്ങളും ഒക്കെ മാനുഷികമായ രീതിയിൽ ചെയ്തു എങ്കിലും അതിനേക്കാൾ ഉപരിയായി ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനത്തിന്റെ മേൽ ദൈവം പ്രവർത്തിച്ചപ്പോൾ ലഭിച്ച വിടുതലിന്റെ സാക്ഷ്യം. തീർച്ചയായിട്ടും കർത്താവിന്റെ ദാസി ആ തിക്ത അനുഭവങ്ങളിലൂടെ, വേദന നിറഞ്ഞ ദിനങ്ങളിലൂടെ, കണ്ണുനീരിന്റെ ദിനങ്ങളിലൂടെ ഒക്കെ കടന്നു പോയപ്പോൾ കരുതുന്ന കർത്താവിന്റെ കരം അനുഭവിച്ചറിയുവാൻ കഴിയും. ഇടയ്ക്കൊരു വാക്ക് പറഞ്ഞു, ഞാൻ കണ്ണുനീര് കൊണ്ട് പോരാടി ഈ വിഷയത്തിന്റെ മേൽ ജയം നേടുവാൻ കർത്താവിനെ സഹായിച്ചു എന്ന്. നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരിന്റെ മുൻപാകെ അത്ഭുതങ്ങളെ ചെയ്യുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, കണ്ണുനീര് മറികടക്കാത്ത ഒരു കർത്താവാണ് നമുക്കുള്ളത്. അത് ഏത് രോഗമായിരുന്നാലും ഏത് പ്രശ്നമായിരുന്നാലും മനുഷ്യന് ഒരുപക്ഷെങ്കിൽ കണ്ണുനീരൊന്നും വലിയ കാര്യമല്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റ് പല കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. മനുഷ്യന്റെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും വിദ്യാഭ്യാസത്തിനും വാക്സാമർത്ഥ്യത്തിനും വാക്ചാതുര്യത്തിനും
അതുപോലെ ബന്ധങ്ങൾക്കും പണത്തിനും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്കാണ് മനുഷ്യൻ പ്രാധാന്യം കൊടുക്കുന്നത്. അതിനെ അനുസരിച്ചാണ് പദവികളും മറ്റ് അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കുന്നതെങ്കിൽ കർത്താവ് ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. കർത്താവ് ഒരു വ്യക്തിയുടെ കണ്ണുനീരിനെയാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. ഹൃദയത്തിന്റെ തിങ്ങി നിറയുന്ന വേദനകളും കണ്ണുനീരോടെയുള്ള അഭയാചനകളുടെയും മുൻപാകെ അതിന്റെ അളവ് നോക്കി അതിന്റെ മേൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ആകയാൽ അന്നും ഇന്നും എന്നും തിരുവെഴുത്തുകളിലുടനീളം നാം പഠിക്കുമ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും വിഷയങ്ങൾക്ക് കർത്താവ് അത്ഭുത വിടുതലുകളെ കൊടുത്തിട്ടുണ്ട്. പ്രിയ കർത്താവിന്റെ ദാസി ദൈവസന്നിധിയിലെടുത്ത തീരുമാനത്തിന്റെ മേലും ആ കണ്ണുനീരിന്റെ മേലും ദൈവം പ്രസാദിച്ചപ്പോൾ ഇന്നായിരിക്കുന്ന രീതിയിൽ ഒരു വിടുതൽ അനുഭവിക്കുവാൻ, ദൈവീയ സൗഖ്യം അനുഭവിക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട് സാക്ഷ്യം പ്രസ്താവിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. കർത്തൃ ശുശ്രൂഷയില് വിവിധ ഇടങ്ങൾ അനേക പ്രിയപ്പെട്ടവർക്ക് ദൈവമക്കൾക്ക് അനുഗ്രഹവും മാതൃകയുള്ളതുമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം, ആത്മീയ ജീവിതം, തലമുറകൾ, കൊച്ചുമക്കൾ എല്ലാവരെയും ദൈവം തന്ന് മാനിച്ചു. ഇനിയും സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ അവസരങ്ങളെ കർത്താവ് ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ സാക്ഷ്യം പറയുക മാത്രമല്ല, എല്ലാ തിങ്കളാഴ്ചയും മുടങ്ങാതെ രാത്രി 8:30 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും കർത്താവിന്റെ ദാസി കടന്നു വരികയും പ്രാർത്ഥിക്കുകയും അനേക പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കാര്യവിതരണത്തിൽ ഞാൻ സ്മരിക്കുന്നു. കർത്താവ് എല്ലാറ്റിനും പ്രതിഫലം തരട്ടെ. ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശക്തമായി കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TV ശ്രോതാക്കൾക്കും ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കെടുക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ആമേൻ. aromamary.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തിരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തും. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.